ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും ടെല്ല ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കാൻ പോകുന്ന ചാപ്റ്റർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഈ ചാപ്റ്റർ ആണ്. ഓക്കെ, ഒരു ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ പറയണേ? ചാപ്റ്റർ പേരെന്താ? എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ധാരാളം വിസർജ്യ വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വിസർജ്യ വസ്തുക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടേ പറ്റുകയുള്ളൂ. അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ഒരു എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ഈ എക്സ്ക്രീറ്ററി വേസ്റ്റ് പ്രോഡക്ട്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അവയ്ക്ക് എന്ത് സംഭവിക്കും? അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യും നമ്മുടെ ബോഡിയിൽ നിന്നും? ഇതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഏതെന്ന് പറയാം, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Animals accumulate ammonia, urea, uric acid, carbon dioxide, water, and ions like sodium ions, potassium ion, chloride ion, phosphate, sulfate, etc., either by metabolic activities or by other means like excess ingestion. അതായത് ആനിമൽസിന്റെ ബോഡിയിൽ പലതരത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, പിന്നെ അയോണുകളായിട്ടുള്ള സോഡിയം അയോൺ, പൊട്ടാസ്യം അയോൺ, ക്ലോറൈഡ് അയോൺ, സൾഫേറ്റ് അയോൺ തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ഫോം ചെയ്യുകയും അവ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അത് മാത്രമാണോ പറയണേ? ഓർ ബൈ അതർ മീൻസ് ലൈക്ക് എക്സസ് ഇൻജഷൻ. അതായത് ഇവിടെ നിങ്ങൾ നോക്ക്, ധാരാളമായിട്ട് നമ്മൾ ഈ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡ്, അല്ലെ, ധാരാളമായിട്ട് നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ ധാരാളമായിട്ട് ഫോം ചെയ്യാൻ കാരണമായി തീരുന്നുണ്ട്. ആക്ച്വലി ഈ പറഞ്ഞ മെറ്റീരിയൽസ്, ഈ അമോണിയ ആയാലും യൂറിയ ആയാലും യൂറിക് ആസിഡ് ആയാലും കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഇവയൊക്കെ കൂടുതലാണെങ്കിൽ അവയെല്ലാം ആക്ച്വലി എന്തായ വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്താൽ അത് നമ്മുടെ ബോഡിക്ക് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നോക്കിയേ, these substances have to be removed totally or partially. ഒന്നുകിൽ ഈ ഉണ്ടാവുന്ന സബ്സ്റ്റൻസ് മുഴുവനായും നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പകുതിയെങ്കിലും പാർഷ്യലി ആയിട്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റൻസുകളെ എലിമിനേറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. In this chapter, you will learn the mechanisms of elimination of these substances with a special emphasis on common nitrogenous waste. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനു സ്ട്രെസ് ചെയ്താ പഠിക്കുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത്? അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മെക്കാനിസംസ് എന്തൊക്കെയാണ്? അതായത് നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അവ എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു, അതിന്റെ മെക്കാനിസംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു. Ammonia, urea and uric acid are the major forms of nitrogenous waste excreted by the animals. അതായത് ആനിമൽസിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയലുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിവയാണവ. അതായത് ഒരു ആനിമലിന്റെ ബോഡിയിൽ ഫോം ചെയ്യുന്ന നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആനിമൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞു, ആനിമലിന്റെ ബോഡിയിൽ ഫോം ചെയ്യുന്ന നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിലരിൽ അമോണിയ ആയിരിക്കാം, ചിലരിൽ യൂറിയ ആയിരിക്കാം, ചിലരിലാണെങ്കിലോ യൂറിക് ആസിഡ് ആകാം. ഓക്കെ, അപ്പൊ ഈ പറയുന്നവയിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ ഏതെങ്കിലും ഒരു ആനിമലിന്റെ ബോഡിയിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ കാണപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂറിയ ആണ്. നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? യൂറിയ ആയിരിക്കും. അപ്പൊ യൂറിയ എലിമിനേറ്റ് ചെയ്യുന്നവരാണ് നമ്മൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ യൂറിയോടെലിക് എന്ന് വിളിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ ഏതാണ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് അതിനെ ബേസ് ചെയ്ത് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക? അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്. അപ്പൊ ഈ പറയുന്ന നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് പൊതുവെ ആനിമൽസിന്റെ ബോഡിയിൽ ഫോം ചെയ്യപ്പെടാറ്. Ammonia is the most toxic form and requires large amount of water for its elimination. അപ്പോൾ നമ്മൾ ഇവിടെ നൈട്രോജൻ കണ്ടെയ്ൻ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മൂന്നെണ്ണം പറഞ്ഞു. അമോണിയ പറഞ്ഞു, യൂറിയ പറഞ്ഞു, യൂറിക് ആസിഡ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവ മൂന്നിൽ അമോണിയ ആണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നൈട്രോജൻ കണ്ടെയ്നിങ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അമോണിയ is the most toxic form. ഏറ്റവും ടോക്സിക് ആയിട്ടുള്ളത് ഏതാണ്? അമോണിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ അമോണിയ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ആനിമലിന് ധാരാളം വാട്ടറിന്റെ ആവശ്യകതയുണ്ട്. ധാരാളം വാട്ടർ വേണം ഈ ഒരു അമോണിയ എലിമിനേറ്റ് ചെയ്യാനായിട്ട്.
അതേസമയം യൂറിക് ആസിഡ് ബീങ് ദ ലീസ്റ്റ് ടോക്സിക്, ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആയിട്ട്, അത് ഏറ്റവും കുറഞ്ഞ ടോക്സിസിറ്റി ഉള്ളവര് ആരാണെന്ന് ചോദിച്ചാൽ അത് യൂറിക് ആസിഡ് ആണ്. കമ്പാരിറ്റീവ്ലി അമോണിയ, യൂറിയ എന്നിവയെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ടോക്സിസിറ്റി കുറവ് ആർക്കാണ്? യൂറിക് ആസിഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, യൂറിക് ആസിഡ് ക്യാൻ ബി റിമൂവ്ഡ് വിത്ത് എ മിനിമം ലോസ് ഓഫ് വാട്ടർ. അപ്പോൾ യൂറിക് ആസിഡിനെ ഒരു ആനിമലിന്റെ ബോഡിയിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാട്ടറിന്റെ അളവ് വളരെ 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 കുറവായിരിക്കും. അതായത് മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ മതിയാകും യൂറിക് ആസിഡിനെ ഒരു ആനിമലിന്റെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട്. അതേസമയം അമോണിയ ഹൈലി ടോക്സിക് ആയതുകൊണ്ട് തന്നെ ഒരു ആനിമലിന്റെ ബോഡിയിൽ നിന്നും അമോണിയ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ധാരാളം വാട്ടർ അത്യാവശ്യമാണ്. ഇനി ഞാൻ പറഞ്ഞിരുന്നു യൂറിയ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന, ഹ്യൂമൻ ബോഡിയിൽ ഫോം ചെയ്യുന്ന യൂറിയ ആണ്. അപ്പൊ യൂറിയ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ മീഡിയം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അത്യാവശ്യമാണ്. ഓക്കെ, the process of excreting ammonia is called ammonotelism. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു വേർഡ് വന്നു, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ് അമോണോടെലിസം? അപ്പൊ നമ്മൾ പറയാൻ പോവാണ് അമോണോടെലിസം എന്താണ് എന്നുള്ളത്. അമോണോടെലിസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, എന്തിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ്? എക്സ്ക്രീഷൻ ഓഫ് യൂറിയ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, എക്സ്ക്രീഷൻ ഓഫ് അമോണിയ, എക്സ്ക്രീഷൻ ഓഫ് അമോണിയ. അമോണോടെലിസം എന്ന് പറയുമ്പോൾ എന്തിനെ എലിമിനേറ്റ് ചെയ്യുന്നതാണ്? അമോണിയ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. മെനി ബോണി ഫിഷസ്, aquatic amphibians, aquatic insects are amonotelic in nature. മക്കളെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതായത് എക്സാമ്പിളുകൾ, കാരണം എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് കാറ്റഗറിയിൽ വരുന്ന അനിമൽ ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ നോക്കി, അമോണോടെലിസം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്രീഷൻ ഓഫ് അമോണിയ. അമോണിയ എന്ത് ചെയ്യപ്പെടുകയാണ്? ഇവിടെ എലിമിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അമോണിയ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയാ? അമോണോടെലിസം എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാന്ന് അറിയാമോ? അമോണോടെലിക് ആനിമൽസ് എന്ന് വിളിക്കാം, അമോണോടെലിക് എന്ന് വിളിക്കാം. ഇപ്പൊ അമോണോടെലിക്കിന് എക്സാമ്പിൾസ് നമ്മൾ ആരെയൊക്കെ പറഞ്ഞ? എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോണി ഫിഷസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ aquatic amphibians വരുന്നുണ്ട്, aquatic amphibians വരുന്നുണ്ട്, പിന്നെ ആരാ വരിക? aquatic insects വരുന്നുണ്ട് അല്ലേ? aquatic insects. ഓക്കെ ആണല്ലോ. അമോണിയ as it is readily soluble is generally excreted by diffusion across the body surfaces or through gill surfaces in fish as ammonium ions. ഈ അമോണിയക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് സോലുബിൾ ആണ് അല്ലെ? റെഡിലി സോലുബിൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? സോലുബിൾ ആണ്, ഹൈലി സോലുബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യാം? എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റും, ഡിഫ്യൂഷൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റും. ബോഡി സർഫസിലൂടെ അത് എക്സ്ക്രീഷൻ നടത്താൻ പറ്റും. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ക്രീറ്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് റെഡിലി സോലുബിൾ. അത് മാത്രമല്ല, ബോഡി സർഫസിലൂടെ മാത്രമല്ല നമുക്ക് ഒരു ആനിമലിന് അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ ഫിഷസിന്റെ കേസിൽ, അക്വാട്ടിക് ആയിട്ടുള്ള ഫിഷസിന്റെ കേസ് നമ്മൾ പറയാണ്, ബോണി ഫിഷസ് അമോണോടെലിക് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവർ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഫിഷസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഗിൽസിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ, ഈ അമോണിയ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ദ ഫോം ഓഫ് അമോണിയം അയോൺസ്. അമോണിയം അയോൺ എന്ന ഫോമിലാണ് അതിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. കിഡ്നീസ് ഡു നോട്ട് പ്ലേ എനി സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഇറ്റ്സ് റിമൂവൽ. അപ്പൊ ഇവിടുത്തെ കേസിൽ കിഡ്നീസ് എന്ത് ചെയ്യുന്നില്ല? അമോണിയ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ധർമ്മവും വഹിക്കുന്നില്ല എന്ന് പറയും ഇവരുടെ കേസിൽ. Terrestrial adaptation necessitated the production of lower toxic nitrogenous waste like urea and uric acid for conservation of water. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അമോണിയ എന്ന് പറയുന്ന ഹൈലി ടോക്സിക് ആണ്. ഹൈലി ടോക്സിക് ആയിട്ടുള്ള അമോണിയ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ധാരാളം ജലം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ടെറസ്ട്രിയൽ ഓർഗാനിസംസിന്റെ കേസിൽ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആനിമൽസിന്റെ കേസിൽ അമോണിയ ഒരിക്കലും ഒരു നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാകും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അമോണിയ നൈട്രോജനസ് വേസ്റ്റ് ആണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ ധാരാളം വാട്ടർ അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആനിമൽസിന് ധാരാളം വാട്ടർ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇതുപോലെ അമോണിയ എലിമിനേറ്റ് ചെയ്യാനായിട്ട്? അത് പറ്റില്ല. അതേസമയം അക്വാട്ടിക് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അത് പറ്റും, കാരണം അവർ ജീവിക്കുന്ന അക്വാട്ടിക് ഹാബിറ്റാറ്റിലാണ്. ഓക്കെ, അതേസമയം ടെറസ്ട്രിയൽ ഓർഗാനിസത്തിൽ നമുക്ക് അമോണിയ നമുക്ക് പറയാൻ പറ്റുകയില്ല നൈട്രോജനസ് വേസ്റ്റ് ആയിട്ട്. പൊതുവെ എന്താണ് ഉണ്ടാവുക? യൂറിയയും യൂറിക് ആസിഡും. പക്ഷെ അമോണിയ ഉണ്ടായാൽ ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ഇൻടു യൂറിയ ഓർ യൂറിക് ആസിഡ്. ഓക്കെ, അമോണിയ ഫോം ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ പക്ഷേ അമോണിയ ആയിരിക്കും ഫോം ചെയ്യണത്. അത് ഒരിക്കലും അമോണിയ ആയിട്ട് എലിമിനേറ്റ് ചെയ്യല. അതെന്താണ്? അമോണിയ പിന്നീട് യൂറിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് എന്ന ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും അങ്ങനെയായിരിക്കും അത് എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. Mammals, many terrestrial amphibians,
Marine fishes mainly excrete urea and are called ureotelic animals. മക്കളെ ഇപ്പൊ രണ്ടാമത്തെ കാറ്റഗറി വന്നു. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? യൂറിയോടെലിക് ആനിമൽസ് ആണ്. യൂറിയോടെലിക് അല്ലെ, യൂറിയോടെലിക് ആനിമലിന്റെ പേരാണ് നമ്മൾ പറഞ്ഞ യൂറിയോടെലിക്. പ്രോസസ്സിന്റെ പേര് ഇപ്പൊ എന്തായി? യൂറിയോടെലിസം എന്നായി അല്ലെ. യൂറിയോടെലിസം ആണ് ഇവിടുത്തെ പ്രോസസ്. അപ്പൊ യൂറിയോടെലിസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, ഇസ് ദ എക്സ്ക്രീഷൻ ഓഫ് യൂറിയ. എക്സ്ക്രീഷൻ ഓഫ് യൂറിയ. യൂറിയ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയാ? യൂറിയോടെലിസം എന്ന് പറയാം. അങ്ങനെയുള്ള ആനിമൽ ആണ് നമ്മൾ എന്താ പറയുക? യൂറിയോടെലിക് ആനിമൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ഇനി എക്സാമ്പിൾ ആര് വരുന്നുണ്ട്? അടുത്തതാണ് മെറൈൻ ഫിഷസ്. മെറൈൻ ഫിഷസ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ആരാ? മാമൽസ്. അപ്പൊ ഇവയെല്ലാം എന്താണ്? യൂറിയോടെലിക് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മള് അല്ല, ഹ്യൂമൻ ബീങ്സ് അവരെങ്ങനെയുള്ളതാ? യൂറിയോടെലിക് ആണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ യൂറിയോടെലിക് ആണ്. നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് യൂറിയനെയാണ്. Ammonia produced by metabolism is converted into urea in the liver of these animals and are released into blood, which is filtered and excreted out by the kidneys. മക്കളെ ഇപ്പൊ ഇവിടെ ഓർത്തു വെച്ചിരിക്കുക, ഈ പറഞ്ഞ മാമൽസിന്റെയും ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആംഫിബിയൻസിന്റെയും മെറൈൻ ഫിഷസിന്റെ ഒക്കെ കേസിൽ യൂറിയ ആണ് എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആക്ച്വലി അവരുടെ മെറ്റബോളിക് വേസ്റ്റ് ആയിട്ട് ഫോം ചെയ്ത യൂറിയ അല്ല, എന്താ? അമോണിയ ആണ്. നോക്കി, അമോണിയ പ്രൊഡ്യൂസ്ഡ് ബൈ മെറ്റബോളിസം. അമോണിയ ആണ് മെറ്റബോളിസത്തിന്റെ ഫലമായിട്ട് ഇവരുടെ ബോഡിയിൽ എല്ലാം ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ. അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ്? യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എവിടെ വെച്ച്? ലിവറിൽ വെച്ച്. ഓക്കെ, ഈ പറഞ്ഞ ആനിമൽസിന്റെ ലിവറിൽ വെച്ചിട്ട് അമോണിയ, മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ഫോം ചെയ്ത അമോണിയ എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഔട്ട് ഇൻ ടു ബ്ലഡ്. എന്നിട്ട് അത് എവിടേക്ക് ചെല്ലുകയാണ്? ഇപ്പൊ യൂറിയ ആയിട്ട് മാറി. എന്നിട്ട് ഈ യൂറിയ എവിടെ എത്തും? ബ്ലഡിലെത്തും. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ബ്ലഡ് യൂറിയയുമായി എവിടെ എത്തും? കിഡ്നിയിലെത്തും. എന്നിട്ട് അവിടെ ചെന്നാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, സം amount of urea may be retained in the kidney matrix of some of these animals to maintain a desired osmolarity. എന്നാൽ ഈ പറയുന്ന യൂറിയ എല്ലാം എന്ത് ചെയ്യില്ല? ടോട്ടലി ബോഡിയിൽ നിന്ന് അവർ എന്ത് ചെയ്യുന്നില്ല? എലിമിനേറ്റ് ചെയ്യില്ല. ചില ആനിമൽസിന്റെ കേസിൽ കുറച്ച് യൂറിയ അവർ അവരുടെ ബോഡിയിൽ തന്നെ വെച്ചിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു ഓസ്മോലാരിറ്റി കീപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു ചെറിയ എമൗണ്ട് യൂറിയ, നമ്മുടെ കേസിൽ നമ്മൾ ചെറിയ എമൗണ്ട് യൂറിയ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയിൽ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു കീപ് ദ ഓസ്മോലാരിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ ചെറിയ തോതിൽ എന്ത് വേണം? ബോഡിയിൽ തന്നെ യൂറിയ ഉണ്ടാവണം. എല്ലാ യൂറിയ എന്ത് ചെയ്യുന്നില്ല? ബോഡിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്നില്ല. ഓക്കെ, അതുകൂടി ഓർത്തു വെച്ചിരിക്കുക. Reptiles, birds, land snails, and insects excrete nitrogenous waste as uric acid in the form of pellet or paste with a minimum loss of water and uricotelic animals. These are called as uricotelic organisms or uricotelic animals. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ എന്താണ്? യൂറിക്കോടെലിക് അല്ലെ. യൂറിക്കോടെലിസം. Uricotelium, that is the uricotelic animals. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? യൂറിക്കോടെലിസം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് അല്ലെ. എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ, ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലീസ്റ്റ് ടോക്സിക് കമ്പയർ ടു ദിസ് അമോണിയ ആൻഡ് യൂറിയ. യൂറിയയും അമോണിയ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ടോക്സിക് ആയിട്ടുള്ളതാണ് യൂറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ പുറന്തള്ളാനായിട്ട് അത്രത്തോളം വെള്ളം ആവശ്യമില്ല. വളരെ എന്താ പറയാ, ലീസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മാത്രം മതിയാവും. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഇനി ബാക്കി എന്താ നോക്കാമേ. A survey of animal kingdom presents a variety of excretory structures. അപ്പോൾ ആനിമൽ കിങ്ഡം എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ ധാരാളം ആനിമൽസിനെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് എല്ലാ ആനിമലിനും ഒരു ടൈപ്പ് എക്സ്ക്രീറ്ററി ഓർഗൻ ആണോ നമ്മൾ പഠിച്ചേ? അല്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നെഫ്രീഡിയ നമ്മൾ പറഞ്ഞിരുന്നു. മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ഒരു എക്സ്ക്രീറ്ററി ഓർഗനെ കുറിച്ച് നമ്മൾ ആർത്രോപോഡിയയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ കിഡ്നീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറയുന്ന വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ആനിമൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വെറൈറ്റി ഓഫ് എന്ത് കാണാൻ സാധിക്കും? എക്സ്ക്രീറ്ററി ഓർഗൻസ് കാണാനായിട്ട് സാധിക്കും. അതവിടെ പറയുന്നേ, a survey of animal kingdom presents a variety of excretory structures. In most of the invertebrates, these structures are simple tubular forms, whereas vertebrates have
കോംപ്ലക്സ് ട്യൂബുലാർ ഓർഗൻസ് കോൾഡ് കിഡ്നീസ്. അതായത് നോക്കി, മിക്ക ഇൻവേർട്ടിബ്രേറ്റ്സിന്റെ കേസിലും ഈ പറയുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം സിംപ്ലർ ആയിരിക്കും. ഇൻവേർട്ടിബ്രേറ്റ്സ് ആകുമ്പോൾ പൊതുവെ എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് സിംപ്ലർ ആയിട്ടുള്ള ട്യൂബുലാർ ഫോമുകളായിരിക്കും. അതേസമയം വെർട്ടിബ്രേറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിലോ ഇറ്റ് ഇസ് കോംപ്ലക്സ്. മക്കളെ അതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇൻവേർട്ടിബ്രേറ്റ്സിന്റെ കേസ് ആണെങ്കിൽ അതെങ്ങനെയാണ്, സിംപ്ലർ സ്ട്രക്ചർ ആയിരിക്കും, ട്യൂബുലാർ സ്ട്രക്ചർ ആയിരിക്കും. അതേസമയം വെർട്ടിബ്രേറ്റ്സിന്റെ കേസിൽ അത് എങ്ങനെയാണ്, കോംപ്ലക്സ് ആണ്, അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ്, ട്യൂബുലാർ ആയിട്ടുള്ള ഓർഗൻ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്താ പറയാ, കിഡ്നീസ് എന്ന് പറയും. ഓർത്ത് വെച്ചിരിക്കണേ, ഇൻവേർട്ടിബ്രേറ്റ്സ് ആണെങ്കിൽ സിംപ്ലർ ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ ആണ്, അതേസമയം വെർട്ടിബ്രേറ്റ്സ് ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ, ദാറ്റ് ഈസ് കിഡ്നീസ് ആയിരിക്കും പൊതുവെ വരാറ്. സം ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ മെൻഷൻ ഹിയർ. അത് കുറച്ച് സ്ട്രക്ചേഴ്സിന്റെ പേര്, കുറച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസിന്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ്. എന്താണ് പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ് ഓർ ഫ്ലാറ്റ്വർംസ്. എക്സാമ്പിൾ പ്ലനേറിയ. അപ്പൊ മക്കൾ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞ എന്താ, പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിന്റെ കേസിലെ അല്ലെങ്കിൽ ഫ്ലാറ്റ്വർംസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്ലനേറിയ, അപ്പൊ അവയുടെയൊക്കെ കേസിലെ എന്താണ്, എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. Rotifers, some annelids and the cephalocodid, that is the amphioxus. അപ്പൊ ഇവയുടെയൊക്കെ കേസിലും നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ, ഈ പറയുന്ന പ്രോട്ടോനെഫ്രീഡിയ എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് പറയാറുണ്ട്. അപ്പൊ പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിന്റെ ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. എസ്പെഷ്യലി ഫ്ലാറ്റ്വർംസ്, ദാറ്റ് ഇസ് എക്സാമ്പിൾ പ്ലനേറിയ, പിന്നെ പറഞ്ഞു റോട്ടിഫേഴ്സ്, പിന്നെ ചില അനലിഡ്സിന്റെ കേസിൽ, ചില സെഫാലോകോഡിഡ് ആയിട്ടുള്ള ആംഫിയോക്സിന്റെ ഒക്കെ കേസിൽ നമ്മൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയാ, ഈ പറയുന്ന പ്രോട്ടോനെഫ്രീഡിയ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് പറയുന്നത്. പ്രോട്ടോനെഫ്രീഡിയ ആർ പ്രൈമർലി കൺസേൺഡ് വിത്ത് അയോണിക് ആൻഡ് ഫ്ലൂയിഡ് വോളിയം റെഗുലേഷൻ. അതായത് പ്രോട്ടോനെഫ്രീഡിയ പൊതുവെ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഫ്ലൂയിഡ് ബാലൻസ് അല്ലെങ്കിൽ അയോണിക് ഫ്ലൂയിഡ് ബാലൻസ് ഉണ്ടല്ലോ, അതിനെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് ഓസ്മോ റെഗുലേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ ബോഡിയിലെ അയോണിക് അതോടൊപ്പം തന്നെ ഫ്ലൂയിഡ് വോളിയം കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. അപ്പൊ ഈ ഓസ്മോ റെഗുലേഷൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്സ്ക്രീറ്ററി ഓർഗന്റെ പേരാണ് പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയാം. അപ്പൊ പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് അവയെ എവിടെ കാണും എന്ന് നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കുക, നെഫ്രീഡിയ. അടുത്തൊരു ഓർഗന്റെ പേരാണ് നെഫ്രീഡിയ. നെഫ്രീഡിയ ആർ ദ ട്യൂബുലാർ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് സീൻ ഇൻ എർത്ത്വേംസ് ആൻഡ് അതർ അനലിഡ്സ്. അപ്പൊ നെഫ്രീഡിയ ആരെല്ലാം കാണുക, എർത്ത്വേംസിലും അനലിഡ്സിലും കാണപ്പെടുന്ന ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്, നെഫ്രീഡിയ എന്ന് പറയുന്നത്. Nephridia help to remove nitrogenous waste and maintain a fluid and ionic balance. അതായത് ഈ അനലിഡ്സ് അല്ലെങ്കിൽ എർത്രോപോഡ്സിലൊക്കെ അനലിഡ്സ് അല്ലെങ്കിൽ എർത്ത്വേമിൽ കാണപ്പെടുന്ന ഈ ഒരു നെഫ്രീഡിയയിലെ, ഈ നെഫ്രീഡിയ എന്താ ചെയ്യുന്നത്, അവരുടെ ബോഡിയിലുള്ള നൈട്രോജീനസ് വേസ്റ്റിനെ പുറന്തള്ളുന്നതിനോടൊപ്പം തന്നെ അവരുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ് ബാലൻസ്, അയോണിക് ബാലൻസ് ഒക്കെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓസ്മോ റെഗുലേഷൻ കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. Malpighian tubules are the excretory structures of most of the insects including cockroaches. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആർത്രോപോഡയുടെ ഒക്കെ കേസിൽ, അതായത് കോക്രോച്ച് എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഫൈലമാണ് അല്ലെ, അപ്പൊ അവരുടെയൊക്കെ കേസിൽ ഇൻസെക്ട്സിന്റെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. അപ്പൊ മാൽപീജിയൻ ട്യൂബ്യൂൾസും എന്തിനു സഹായിക്കുന്നുണ്ട്, നൈട്രോജീനസ് വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാനും ഓസ്മോ റെഗുലേഷനും സഹായിക്കുന്നുണ്ട്. നോക്കിയേ, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഹെൽപ്സ് ഇൻ ദ റിമൂവൽ ഓഫ് നൈട്രോജീനസ് വേസ്റ്റ് ആൻഡ് ഓസ്മോ റെഗുലേഷൻ. Antennal glands or green glands perform the excretory function in crustaceans like prawns. അതായത് ഇനി വേറൊരു എക്സ്ക്രീറ്ററി ഓർഗന്റെ പേര് പറയാണ് ആന്റിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എന്ന് പറയും. അവരെന്തിനാ സഹായിക്കുന്നത് നോക്കിയേ, ക്രസ്റ്റേഷ്യൻസ് ആയിട്ടുള്ള പ്രോൺസ് ഇല്ലേ, നമ്മൾ കൊഞ്ചെന്നൊക്കെ പറയില്ലേ, അപ്പൊ അവരുടെയൊക്കെ കേസിൽ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, ആന്റിനൽ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡുകളാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടാണെന്ന് അറിയോ, ചില ഓർഗാനിസംസ് അല്ലെങ്കിൽ ചില ആനിമൽസിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇൻവെർട്ടിബ്രേറ്റുകൾ ആണെങ്കിൽ സിംപിളർ ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗനും, അതേസമയം വെർട്ടിബ്രേറ്റ് ആണെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗനുമാണ് കാണപ്പെടുക. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും കൂടി പഠിച്ചു. എക്സാമ്പിൾസ് മാത്രമല്ല, എക്സ്ക്രീറ്ററി ഓർഗനും അതിന്റെ എക്സാമ്പിൾസും കൂടിയാണ് പഠിച്ചത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്തേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് വേണേൽ പറയാം. ഇത്രയും നേരം ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും കോർ ഏരിയയിലോട്ട് കയറുകയാണ്, ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പൊ നോക്കാം,
In humans, the excretory system consists of a pair of kidneys. അതായത് മനുഷ്യരിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എന്താണ്? ഒരു പേര് കിഡ്നി ഉണ്ടാവും. ഒരു പേര് കിഡ്നി, എ പെയർ ഓഫ് കിഡ്നീസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ വൺ പെയർ ഓഫ് യൂറീറ്റർ. ഓക്കെ, ഇനി എന്തുണ്ടാവും? ഈ കിഡ്നിയിൽ നിന്നും കാണപ്പെടുന്ന ഒരു ട്യൂബുലാർ ട്യൂബ്സ് ആണ് യൂറീറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ രണ്ട് കിഡ്നീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേര് കിഡ്നി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് എന്തും ഉണ്ടാകണം? യൂറീറ്റേഴ്സും ഉണ്ടാകും. അതോടൊപ്പം തന്നെ യൂറിനറി ബ്ലാഡർ ഉണ്ടാകും, പിന്നെ യൂറീത്ര. അപ്പൊ നോക്കുക, ഇൻ ഹ്യൂമൻസ് the excretory system consisting of a pair of kidneys, a pair of ureters, and a urinary bladder and a urethra. Okay, kidneys are reddish brown bean-shaped structures situated between the levels of the last thoracic and third lumbar vertebra, close to the dorsal inner wall of the abdominal cavity. അതായത് കിഡ്നിയുടെ ലൊക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കേ, കിഡ്നിയുടെ ഒരു കളർ പറയുന്നുണ്ട്, റെഡിഷ് ബ്രൗൺ കളർ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഷേപ്പ് പറയുന്നുണ്ട്, ബീൻ ഷേപ്ഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, അമരപ്പയറിന്റെ ഒരു ആകൃതി പോലെയൊക്കെ ഇരിക്കുകയാണ് അല്ലെ, ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള കിഡ്നി ആണ്. പിന്നെ ഇനി ഇവരുടെ ലൊക്കേഷൻ പറയുന്നത് എന്താ നോക്കി, സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ. അതായത് ലാസ്റ്റ് ഏറ്റവും അവസാനം വരുന്ന തൊറാസിക് വെർട്ടിബ്രേക്കും അതോടൊപ്പം തന്നെ തേർഡ് ലുംബാർ വെർട്ടിബ്രേക്കും ഇടയിലായിട്ടാണ് ആര് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ ഒരു കിഡ്നീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഒരു അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ആ ഒരു ഡോർസൽ ഇന്നർ വോളിലായിട്ടാണ് ആര് സിറ്റുവേറ്റ് ചെയ്യുന്നത്? കിഡ്നീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈച്ച് കിഡ്നി ഓഫ് ആൻ അഡൽട്ട് ഹ്യൂമൻ മെഷേഴ്സ് 10 to 12 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. അപ്പോൾ ഒരു അഡൽട്ട് കിഡ്നി എടുത്താൽ അതിന്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 10 തൊട്ട് 12 സെന്റിമീറ്റർ ഉണ്ടാവും അതിന്റെ നീളം. ഓക്കെ, എന്നാൽ അതിന്റെ വീതി എന്ന് പറയുന്നത് 5 തൊട്ട് 7 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 5 to 7 സെന്റിമീറ്റർ ആണ്. എന്നാൽ അതിന്റെ തിക്നെസ് എന്താണെന്ന് നോക്കിയേ, 2 to 3 സെന്റിമീറ്റർ ആണ് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ വെയിറ്റ് നോക്കാം. അതിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 120 to 170 ഗ്രാം. ഓക്കെ, 120 തൊട്ട് 170 ഗ്രാം ആണ് ഒരു കിഡ്നിയുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. ഒരു കിഡ്നിയുടെ സൈസ് ആണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 തൊട്ട് 12 ആയിരിക്കും അതിന്റെ 10 തൊട്ട് 12 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ലെങ്ത്, 5 തൊട്ട് 7 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വിഡ്ത്ത്, 2 തൊട്ട് 3 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ തിക്നെസ്. അതിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 120 ഗ്രാം തൊട്ട് 170 ഗ്രാം ആയിരിക്കും. Towards the center of the inner concave surface of the kidney is a notch called hilum, through which ureter, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് എൻ്റർ. അതായത് കിഡ്നി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ഹൈലം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നോക്കി, ഇവിടെ ഒരു കിഡ്നിയുടെ ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കിഡ്നിയുടെ ലോങ്കിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മളോട് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടേക്ക് എന്താ ഈ പറയുന്ന ബ്ലഡ് വെസൽസും ഒക്കെ എന്ത് ചെയ്യുന്ന എൻ്റർ ചെയ്യുന്ന ഒരു പോർഷൻ ആണ്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ആ ഒരു പോർഷൻ അല്ലേ ഇവിടെ. അപ്പൊ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു നോച്ച്, ഒരു കുഞ്ഞൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റീജിയനിലൂടെയാണ് എന്ത് ചെയ്യുക, ഈ ബ്ലഡ് വെസൽസ് ഒക്കെ എന്ത് ചെയ്യണത്, നെർവ്സ് ഒക്കെ എന്ത് ചെയ്യണത്, ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യും പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യണത് അല്ലെ. അപ്പൊ ആ ഒരു റീജിയനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഹൈലം എന്ന് പറയണത്. Okay, inner to the hilum is a broad funnel shaped space called renal pelvis. അപ്പൊ ഈ ഹൈലം എന്ന് പറഞ്ഞ ഭാഗത്തോടെയാണ് ബ്ലഡ് വെസൽസും യൂറീറ്ററും നെർവ്സും ഒക്കെ എൻ്റർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഹൈലത്തിന് ഉൾവശത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബ്രോഡ് ആയിട്ടുള്ള ഫണൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ്. ഓക്കെ, അപ്പൊ ആ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? റീനൽ പെൽവിസ്. റീനൽ എന്ന വേർഡ് കിഡ്നിയുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയണതാ കേട്ടോ. അപ്പൊ റീനൽ പെൽവിസ്, ആ ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ വരുന്ന റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിസസ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്പേസിനെ നമ്മൾ വിളിച്ച പേര് റീനൽ പെൽവിസ് എന്ന് പറഞ്ഞു അല്ലെ. ഒരു ഫണൽ ഷേപ്ഡ് സ്പേസിനെ നമ്മൾ വിളിച്ച പേര് റീനൽ പെൽവിസും അവിടെ കുറച്ച് പ്രൊജക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നമ്മൾ റീനൽ കാലിസസ് അല്ലെ കാലിസസ് എന്ന് വിളിക്കാറുമുണ്ട്. ദ ഔട്ടർ ലെയർ ഓഫ് കിഡ്നി ഈസ് എ ടഫ് ക്യാപ്സ്യൂൾ. അപ്പൊ കിഡ്നിയുടെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ഒരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയും, ടഫ് ക്യാപ്സ്യൂൾ ആണ്. ഇൻസൈഡ് ദ കിഡ്നി ദർ ആർ 2 zones. അപ്പൊ ഔട്ടർ ലെയർ ഓഫ് കിഡ്നി നമ്മൾ എന്താ വിളിക്കുന്നത്? ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നു അല്ലെ. ഈ കിഡ്നിയുടെ ഉൾവശത്ത് 2 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാ നോക്കി, ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല.
ഓക്കെ, ഇവിടെ പറഞ്ഞ എന്താണ്, നമ്മുടെ ഈ ഒരു കിഡ്നിയുടെ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, കിഡ്നിക്ക് ഉൾവശം നമ്മൾ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കിഡ്നിയുടെ ഉൾവശത്തെ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കി, ആ ഉൾവശം തന്നെ 2 ഭാഗം. അവിടുത്തെ ഔട്ടർ ഭാഗമുണ്ട്, ഇന്നർ ഭാഗമുണ്ട്. ഓക്കെ, അതാണ് ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ല. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല്ല. The medulla is divided into a few conical masses called medullary pyramids projecting into the calyces. അപ്പോൾ ഇവിടെ ഈ ഒരു മെഡുല്ല റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോൺ ഷേപ്ഡ് കുറച്ച് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് കോണിക്കൽ മാസസ് നമ്മളിവിടെ പറഞ്ഞില്ലേ. അതായത് ഈ ഒരു മെഡുല്ല റീജിയനിൽ നമുക്ക് കുറച്ച് കോണിക്കൽ സ്ട്രക്ചേഴ്സിനെ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഡുല്ലറി പിരമിഡുകൾ എന്ന് പറയാം. എന്താ വിളിക്കാം? മെഡുല്ലറി പിരമിഡുകൾ എന്ന് പറയുന്നു. മെഡുല്ലറി പിരമിഡ്സ്. The cortex extends in between the medullary pyramids as renal columns called columns of Bertini. So medullary pyramids അവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന medullary pyramidsന്റെ ഇടയിലേക്ക് കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് columns of Bertini അല്ലെങ്കിൽ renal columns എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചർ ലോങ്ങിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മുടെ കിഡ്നിയുടെ നൽകിയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പുറമേ കണ്ടോ, ഏറ്റവും പുറമേ ഉള്ള ഭാഗം ഇതാണ് ഇതിന്റെ റീനൽ ക്യാപ്സ്യൂൾ എന്ന് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് റീനൽ ക്യാപ്സ്യൂൾ. ഏറ്റവും പുറമേ കാണുന്നതാണ് റീനൽ ക്യാപ്സ്യൂൾ. ഇനി ഇതിന്റെ ഉൾവശം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഔട്ടർ കോർട്ടെക്സ് ഇതാണ് ഈ ഒരു ഭാഗം, ഇതാണ് ഔട്ടർ. ഇത് ഇന്റീരിയർ സൈഡ് ആണ്, അതിന്റെ ഈ ഒരു പുറം ഭാഗം ഇന്റീരിയറിന്റെ പുറം ഭാഗം. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ വിളിക്കുന്ന പേര് കോർട്ടെക്സ്. അപ്പൊ ഇതിന് ഉൾവശം അകത്തോട്ട് വരുന്ന റീജിയൻ നമ്മൾ എന്താ വിളിക്കുക? മെഡുല്ല എന്ന് പറയും. അപ്പൊ ഇങ്ങോട്ട് വരുന്ന റീജിയൻ എന്താണ്? മെഡുല്ലയാണ്. അപ്പൊ ഇത് കോർട്ടെക്സ്, ഇതിനകത്തോട്ട് വരുന്ന ഫുൾ റീജിയൻ എന്താ? മെഡുല്ല. ഇത് ഇത്രയും ഭാഗം കുഞ്ഞുങ്ങളെ കോർട്ടെക്സ് ആണ്. ഈ ഒരു റീജിയൻ കോർട്ടെക്സ്. ഓക്കെ, ഇത് കോർട്ടെക്സ് ആണ്. അങ്ങനെയാണ് ഈ പറയുന്ന കോൺസ് ഒക്കെ ഇരിക്കുന്ന ഭാഗമില്ലേ, പ്രൊജക്ഷൻസ് ഇരിക്കുന്നത്, ഈ ഒരു റീജിയൻ എന്താണ്? ഇതിന്റെ മെഡുല്ല റീജിയൻ ആണ്. അതുകൊണ്ടാണ് ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുല്ല എന്നും പറയേണ്ടി വന്നത്. ഇനി പിന്നെ നോക്കി, ഈ മെഡുല്ല റീജിയനിൽ നിങ്ങൾക്ക് ഇത് കോണുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിന് നമ്മൾ വിളിച്ച പേരാണ് മെഡുല്ലറി പിരമിഡ് എന്ന് പറയാം. എന്താ വിളിക്കുക? മെഡുല്ലറി പിരമിഡ്. ഓക്കെ, ഇനി മെഡുല്ലറി പിരമിഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് റീജിയനിലാണ് കാണുന്നത്? മെഡുല്ല റീജിയനിലായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതേ ഈ ഒരു കിഡ്നിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പുറമേ ഉള്ള റീജിയൻ, ഇന്നർ സൈഡിൽ തന്നെ പുറമേ ഉള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി അകത്തുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെഡുല്ല എന്ന് പറയും. എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കോർട്ടെക്സ് റീജിയൻ ഈ മെഡുല്ല റീജിയനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇറങ്ങുന്നുണ്ട്, ഇവിടെയുണ്ട് അല്ലെ, ഇവിടോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അതായത് നമുക്ക് പറയാം മെഡുല്ല റീജിയനിൽ കാണപ്പെടുന്ന മെഡുല്ലറി പിരമിഡിന് ഇടയിലേക്ക് കോർട്ടെക്സ് റീജിയൻ എന്ത് ചെയ്ത് വരുന്നുണ്ട്? ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ റീനൽ കോളം അഥവാ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വെച്ചിരിക്കും. അപ്പൊ നോക്കി, ഈ കോർട്ടെക്സ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്ത് കാണുന്നതാണ് മെഡുല്ലറി റീജിയൻ. ഈ മെഡുല്ല റീജിയനിൽ നമുക്ക് മെഡുല്ലറി പിരമിഡ് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ, ഈ കോർട്ടെക്സ് റീജിയൻ മെഡുല്ല റീജിയനിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീനൽ കോളം അല്ലെങ്കിൽ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കിഡ്നിയുടെ സ്ട്രക്ചർ. അപ്പൊ കിഡ്നിയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമുക്കറിയാം 2 കിഡ്നീസ് ഉണ്ട് നമുക്ക്. നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നമുക്കറിയാം 2 കിഡ്നീസ് ഉണ്ട് നമുക്ക്. അതുകൂടാതെ ആ കിഡ്നിയിൽ നിന്നും താഴേക്ക് വരുന്ന കണ്ടോ 2 ട്യൂബ് വരുന്ന കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ യുറീറ്റർ എന്ന് പറയാം. ഈ യുറീറ്റർ വന്ന് ചേരുന്ന എന്തിനകത്തേക്കാ? യൂറിനറി ബ്ലാഡർ, നമ്മൾ മൂത്രസഞ്ചി എന്ന് പറയില്ലേ, അതാണ് യൂറിനറി ബ്ലാഡർ. അവിടേക്കാണ് യൂറിൻ ടെമ്പറലി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഓപ്പൺ ചെയ്യണത് യുറീത്ര വഴി. ഓക്കെ, ഇപ്പൊ 2 കിഡ്നി, ഒരു പേര് കിഡ്നി ഉണ്ട്. പിന്നെ കിഡ്നിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ട്യൂബിന്റെ പേരാണ് യുറീറ്റർ എന്ന് പറയുന്നത്. പിന്നീട് ഓർത്തു വെച്ചിരിക്കുക, അത് വന്ന് ചേരുന്നത് ടെമ്പറലി യൂറിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ, ദാറ്റ് ഈസ് എ യൂറിനറി ബ്ലാഡർ. അത് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നത് യുറീത്ര വഴിയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഓരോ പോർഷൻസും നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാം. നമ്മളിപ്പം കിഡ്നിയുടെ അനാറ്റമിക്കൽ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി ബാക്കി നോക്കി, each kidney has nearly 1 million complex tubular structures called nephrons. ഓരോ കിഡ്നിക്കും ഏകദേശം 1 മില്യൺ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്, അവർ ഓരോ കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്ന 1 മില്യൺ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കൊണ്ടാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായോ, കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോൺസ് ആണ്. കിഡ്നിയുടെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്.
വിച്ച് ആർ ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ല കണ്ടോ ഇവിടെ പറഞ്ഞില്ലേ പോയിന്റ് നെഫ്രോൺസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഈച്ച് നെഫ്രോൺ ഹാസ് 2 പാർട്സ്. ഓരോ നെഫ്രോണിനും എത്ര ഭാഗമുണ്ട്? 2 പാർട്ട് ഉണ്ട്. നമ്മൾ പറഞ്ഞു കിഡ്നി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നെഫ്രോൺസ് കൊണ്ടാണ്. കിഡ്നിക്ക് എത്ര ഭാഗമുണ്ട്? 2 ഭാഗമുണ്ട്. ഏതൊക്കെയാ? ദ ഗ്ലോമെറുലസ് ആൻഡ് ദ റീനൽ ട്യൂബ്യൂൾ. അപ്പൊ ഇങ്ങനെ പറയാം, നെഫ്രോണിന് 2 ഭാഗം. ഇതൊക്കെയല്ലേ ഗ്ലോമെറുലസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗ്ലോമെറുലസും ഉണ്ട്, അതോടൊപ്പം തന്നെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി ഉണ്ട്. ഇനി എന്താണെന്ന് നോക്കാം. Glomerulus is a tuft of capillaries formed by the afferent arteriole, a fine branch of renal artery. അപ്പൊ എന്താണ് ഗ്ലോമറുലസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഗ്ലോമറുലസ് എന്താണെന്ന് നോക്കിയേ. ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. കാപ്പിലറികളുടെ കൂട്ടമാണ്. ഓക്കെ, ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് നോക്കിയേ. ഇറ്റ് ഈസ് ഫോംഡ് ബൈ അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോൾ കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടം കാപ്പിലറീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്താ അഫറന്റ് ആർട്ടീരിയോൾ എന്നല്ലേ. അപ്പൊ അഫറന്റ് ആർട്ടീരിയോൾ എന്താ നോക്കിയേ. ഇറ്റ് ഇസ് എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. എന്തിന്റെ ബ്രാഞ്ച് ആണ്? റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ഗ്ലോമറുലസ് ഉണ്ട്, റീനൽ ട്യൂബ്യൂളും ഉണ്ട് അല്ലെ. അത് രണ്ടും കൂടെ ചേരുന്നതാണ് നെഫ്രോൺ. അതിൽ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം കാപ്പിലറീസ് ആണ്. ഈ കാപ്പിലറീസ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അഫറന്റ് ആർട്ടറിയിൽ നിന്നും. അപ്പോൾ അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി അല്ലെ. റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്. ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ഈസ് ക്യാരിഡ് എവേ ബൈ ആൻ ഇഫറന്റ് ആർട്ടീരിയോൾ. ഗ്ലോമറുലസിൽ നിന്നുമുള്ള ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ആർട്ടീരിയോളിന്റെ പേരാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ അഫറന്റ് ആർട്ടീരിയോൾ അങ്ങോട്ട് ബ്ലഡ് കൊടുക്കുന്നതായിരിക്കും അല്ലെ, അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ നിന്നും ഈ ഗ്ലോമറുലസിൽ നിന്നും ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ആരെന്ന് പറയാം? ഇഫറന്റ് ആർട്ടീരിയോൾ. ഗ്ലോമറുലസിലേക്ക് എത്തിക്കുന്നത് ആര്? അഫറന്റും. ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരായിരിക്കണം? ഇഫറന്റും ആയിരിക്കും. The renal tubule begins with a double-walled cup-like structure called Bowman's capsule. ഇനി അടുത്ത ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയാം. ഗ്ലോമറുലസ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂള് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ബിഗിൻ ചെയ്തിരിക്കുന്നത് ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. അതായത് റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ വോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, 2 വോളുള്ള ഒരു കപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. ആ സ്ട്രക്ചറിന്റെ പേരെന്താ? ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്? റീനൽ ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൊമാൻസ് ക്യാപ്സ്യൂൾ കൊണ്ടാണ്. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ക്വസ്റ്റ്യൻ വന്നു, എന്താ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പഠിക്കണം. അപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ അല്ലെ. 2 വോളുള്ള ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയാ? ബൊമാൻസ് ക്യാപ്സ്യൂൾ. വിച്ച് എൻക്ലോസസ് ദ ഗ്ലോമറുലസ്. ഇതിനുള്ളിലാണ് എന്ത് കാണപ്പെടുക? ഗ്ലോമറുലസ് അല്ലെങ്കിൽ ഗ്ലോമറുലസിനെ ചുറ്റിക്കൊണ്ട് കാണപ്പെടുന്ന ഡബിൾ വോളുള്ള കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയാ? ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. Glomerulus along with the Bowman's capsule is called a Malpighian body or renal corpuscle. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. എന്താണ് മാൽപീജിയൻ ബോഡി? മക്കളെ, മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ല ഇത്. മാൽപീജിയൻ ബോഡി എന്താണ് എന്നുള്ളതാണ്. മാൽപീജിയൻ ട്യൂബ്യൂൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണ്. അതെന്താ? കോക്രോച്ചിന്റെ ഒക്കെ കേസിൽ, ഇൻസെക്ട്സിന്റെ ഒക്കെ കേസിലെ എക്സ്ക്രീറ്ററി ഓർ പാർട്ട്, അതാണ് ഏതെന്ന് പറയാം? മാൽപീജിയൻ ട്യൂബ്യൂൾ. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? മാൽപീജിയൻ ബോഡി എന്താണ്? മാൽപീജിയൻ ബോഡി എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് നോക്കി. ഗ്ലോമറുലസ് along with എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് കൊടുക്കാം നമുക്ക്. along with ആര്? ബൊമാൻസ് ക്യാപ്സ്യൂൾ. ബൊമാൻസ് ക്യാപ്സ്യൂൾ. അത് നമുക്കറിയാം, ഗ്ലോമറുലസിനെ ചുറ്റിക്കൊണ്ട് എന്ത് കാണുന്നുണ്ട്? ബൊമാൻസ് ക്യാപ്സ്യൂൾ ഉണ്ട് അല്ലെ. അപ്പൊ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയാ? മാൽപീജിയൻ ബോഡി എന്ന് പറയുന്നത്. The tubule continues further to form a highly coiled network called proximal convoluted tubule. ഇനി എന്താ പറ്റുക? ഈ റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണെന്ന് പറഞ്ഞു. കപ്പ് പോലെ ഇരിക്കുകയാണ്, അതിനുള്ളിൽ ഗ്ലോമറുലസ് ഉണ്ട്. എന്നിട്ട് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും ഈ താഴോട്ട് ഒരു ട്യൂബുലാർ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ട്യൂബുലാർ സ്ട്രക്ചറിന്റെ പേരെന്താന്ന് നോക്കിയാൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുലാർ സ്ട്രക്ചർ ആണ്. അതിന്റെ പേരാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. എന്താ പേര്? പ്രോക്സിമൽ convoluted tubule. Proximal convoluted tubule. ഓക്കെ, അത് നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാമെന്നറിയോ? PCT.
PCT എന്ന് എഴുതാം. ഓക്കെ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ നമ്മൾ ചുരുക്കി എങ്ങനെ എഴുതുന്നു? PCT എന്ന് എഴുതുന്നു. A hairpin shaped Henle's loop is the next part of the tubule which has a descending and an ascending limb. ഇനി അടുത്ത ഭാഗത്തിന്റെ പേരാണ് Henle's loop. ഓക്കെ, Henle's loop. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ, അത് കഴിഞ്ഞ് വരുന്ന പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, അത് കഴിഞ്ഞ് വരുന്ന ഭാഗത്തെ എന്താ വിളിക്കുക? Henle's loop അഥവാ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് വിളിക്കാറുണ്ട്. ഈ പറയുന്ന Henle's loopന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് നോക്കുക. ഒരു ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. എന്താണ്? ഡിസെൻഡിങ് ലിംബ് ഉണ്ടാകും, ലിംബ്. പിന്നെ എന്തുണ്ട്? ഒരു അസെൻഡിങ് ലിംബ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുമുണ്ട്? അസെൻഡിങ് ലിംബും ഉണ്ട്. The ascending limb continues as another highly coiled tubular region called distal convoluted tubule. ഇനി Henle's loopന്റെ ascending limbൽ നിന്നും താഴേക്ക് അടുത്തൊരു ട്യൂബുലാർ സ്ട്രക്ചർ, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള അടുത്തൊരു ട്യൂബുലാർ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് distal convoluted tubule എന്ന് പറയും. എന്താ വിളിക്കുന്നേ? distal convoluted tubule എന്ന് പറയും. ഈ distal convoluted tubuleനെ നമ്മൾ ചുരുക്കി എഴുതുന്നതാണ് DCT. The distal convoluted tubules of many nephrons open into a straight tube called a collecting duct. അപ്പൊ നമുക്കറിയാം, ഇത് ഇത്രയും നമ്മൾ പറഞ്ഞ ഒരു നെഫ്രോണിന്റെ കഥയാണ്. ഒരു നെഫ്രോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്ലോമറുലസും റീനൽ ട്യൂബ്യൂളും കൊണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന റീനൽ ട്യൂബ്യൂളിനകത്ത് വരുന്ന പോർഷൻസ് ആണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹെൻലെസ് ലൂപ്പ്, അതോടൊപ്പം ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇനി ചെന്ന് ചേരുന്നത് ഒരു വലിയൊരു കുഴലിലേക്കാണ്. അതിന്റെ പേരാണ് കളക്ടിംഗ് ഡക്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ നെഫ്രോണുകളുടെയും അല്ലെങ്കിൽ കുറെ നെഫ്രോണുകളുടെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ചെന്ന് ചേരുന്നത് കളക്ടിംഗ് ഡക്റ്റിലേക്കായിരിക്കും. അപ്പൊ നോക്കുക, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസ് ഓഫ് മെനി നെഫ്രോൺസ്, ഒരുപാട് നെഫ്രോൺസിന്റെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള് ഒരു സ്ട്രെയിറ്റ് ട്യൂബിലേക്കാണ് വന്ന് ചേരുന്നത്. അതിന്റെ പേരാണ് എന്തെന്ന് പറയാ? കളക്ടിംഗ് ഡക്ട്. ഓക്കെ, കളക്ടിംഗ് ഡക്ട്. എന്നിട്ട് എന്താ പറയുന്നത് നോക്കിയേ? മെനി ഓഫ് വിച്ച് കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു റീനൽ പെൽവിസ് ത്രൂ മെഡുലറി പിരമിഡ്സ് ഇൻ ദ കാലിസസ്. അപ്പൊ ഇനി എന്താ പറയാ? ഈ പറയുന്ന ഈ ഒരു കളക്ടിംഗ് ഡക്ട് ഇനി എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്ന പറയാ? റീനൽ പെൽവിസ് റീജിയനിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇതിലൂടെ ത്രൂ മെഡുലറി പിരമിഡ്, കാലിസസിലെ മെഡുലറി പിരമിഡിലൂടെ റീനൽ പെൽവിസ് റീജിയനിലേക്ക് ഈ പറയുന്ന കളക്ടിംഗ് ഡക്റ്റിന്റെ കുഴലുകൾ തുറക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കേസ് നമുക്കിനി ഈ ഒരു സ്ട്രക്ചർ വഴി ഒന്ന് നോക്കിയേക്കാം. നോക്കുക മക്കളെ, ഇവിടെ നമ്മൾ പറയുന്നു അഫറന്റ് ആർട്ടീരിയോൾ, ബ്ലഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നവരാണ് അഫറന്റ് ആർട്ടീരിയോൾ അല്ലെ. അപ്പൊ ഈ ഒരു അഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യാണ്? ഇവിടെ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഫോം ചെയ്യുമെന്ന് നമുക്കറിയാം. ആ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസിനെ വിളിച്ച പേരെന്താ? ദിസ് ഇസ് ദ ഗ്ലോമറുലസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ അല്ലെ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ഇത്. എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഈ ഗ്ലോമറുലസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അടുത്ത നെഫ്രോണിന്റെ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ദാറ്റ് ഈസ് റീനൽ ട്യൂബ്യൂൾ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെഫ്രോണിന്റെ സ്ട്രക്ചർ ആയത്. നെഫ്രോണിന്റെ സ്ട്രക്ചറിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ഗ്ലോമറുലസും ഉണ്ട്, റീനൽ ട്യൂബ്യൂളും ഉണ്ട്. ഗ്ലോമറുലസ് നിങ്ങൾ കണ്ടു. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് അഫറന്റ് ആർട്ടീരിയോൾ കണ്ടോ? ഇവിടെ ഇങ്ങോട്ട് കാണാം നിങ്ങൾക്ക്. അതിങ്ങനെ ടഫ്റ്റ് ആയിട്ട്, കുട്ടമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗ്ലോമറുലസ് കാപ്പിലറീസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഗ്ലോമറുലസ്. ഇതിന് ചുറ്റുമായിട്ടൊരു കപ്പ് ഷേപ്ഡ്, ഡബിൾ വോൾ ഉള്ള കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഇതിന്റെ പേരെന്താ? ദിസ് ഇസ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഇവിടെ തൊട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ബൊമാൻസ് ക്യാപ്സ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു റീനൽ ട്യൂബ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി ഈ ബൊമാൻസ് ക്യാപ്സ്യൂൾ താഴേക്ക് വരുമ്പോൾ ട്യൂബുലാർ ആയിട്ട് മാറുന്നുണ്ട്, ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബുലാർ സ്ട്രക്ചർ. ഈ ട്യൂബുലാർ സ്ട്രക്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? ദിസ് ഇസ് ദ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ചുരുക്കി എങ്ങനെ എഴുതുന്നേ? PCT. അതാണ് ഈ ഒരു കോയിലിന്റെ പോർഷൻ നമ്മൾ എന്താ വിളിക്കുക? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ PCT. എന്നാൽ ഈ PCT താഴേക്ക് വരുമ്പോൾ കണ്ടോ, ഒരു ഹെയർ പിൻ ലൂപ്പ് പോലെ നമുക്ക് ഒരാളെ കാണാൻ പറ്റും. ദിസ് ഇസ് ദ ഹെൻലെസ് ലൂപ്പ് അല്ലെ? ഒരു ഹെയർ പിന്നിന്റെ ഷേപ്പിലുള്ള ഒരു ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദിസ് ഇസ് ദ ഹെൻലെസ് ലൂപ്പ്. ഇനി നിങ്ങൾ ഈ ഹെൻലെസ് ലൂപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ബ്ലഡ് ഇതിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ഫ്ലൂയിഡ് എന്തായാലും താഴേക്കല്ലേ ഒഴുകുക? ഇതിങ്ങനെ താഴേക്ക് ഒഴുകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഹെൻലെസ് ലൂപ്പിന് ഈ ഒരു പോർഷനെ, ഈ ഒരു ലിംബിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? ഡിസെൻഡിങ് ലിംബ് എന്ന് വിളിക്കും. എന്താ വിളിക്കാം? ഡിസെൻഡിങ് ലിംബ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇവിടുന്ന് ഈ വരുന്ന എന്ത് തന്നെയായാലും ഫ്ലൂയിഡ് ആയാലും ഇത് മുകളിലേക്കല്ലേ ഒഴുകുക. അപ്പൊ ഈ ഒരു ലിംബിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു പോർഷനെ ദിസ് ഇസ് ദ അസെൻഡിങ് ലിംബ്. ക്ലിയർ ആയോ? അസെൻഡിങ് ലിംബ് ഓഫ് ദ ഹെൻലെസ് ലൂപ്പ്. ഇത് ഡിസെൻഡിങ് ലിംബ്, ഇതിനെ നമ്മൾ അസെൻഡിങ് ലിംബ് എന്ന് വിളിക്കും. ഇനി പറഞ്ഞ അസെൻഡിങ് ലിംബ് ചേരുന്ന അടുത്തൊരു കോയിൽഡ് സ്ട്രക്ചറിലേക്കാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ DCT.
ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അഥവാ DCT. ഇത് ചെന്ന് ചേരുന്നത് നോക്കി ഒരു സ്ട്രെയിറ്റ് ട്യൂബിലാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കളക്ടിംഗ് ഡക്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഒരു നെഫ്രോണിന്റെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൽ ഇവിടെ ചേരുന്നുണ്ട്. ഇവിടെ വേറെ ഒരാള്, ഇവിടെ വേറെ ഒരാൾ, ഇങ്ങനെ എന്ത് ചെയ്യും? പല പല നെഫ്രോണിന്റെ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ ഒരു സ്ട്രെയിറ്റ് ട്യൂബിലേക്കാണ് വന്ന് ചേരുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയാ? കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ബാക്കി നോക്കിയാ. The Malpighian corpuscle, PCT and DCT of the nephron are situated in the cortical region of the kidney, whereas the loop of Henle dips into the medulla. അപ്പൊ നോക്കി എന്തൊക്കെയാ പറയണേ? മാൽപീജിയൻ കോർപ്പസൽ, അതായത് നമ്മൾ നേരത്തെ പറയാം മാൽപീജിയൻ ബോഡി, അതായത് ഗ്ലോമറുലസും പൊമാൻസ് ക്യാപ്സ്യൂളും കൂടി ചേരുന്നതാണ് മാൽപീജിയൻ കോർപ്പസൽ. പിന്നെ പറയുന്നത് ആരാ? PCT. പിന്നെ പറയുന്നത് ആരാ? DCT. ഇപ്പൊ മാൽപീജിയൻ കോർപ്പസലില് PCT, DCT എന്നിവ എന്താ ചെയ്യുന്നത്? സിറ്റുവേറ്റഡ് ഇൻ ദ കോർട്ടിക്കൽ റീജിയൻ ഓഫ് ദ കിഡ്നി. ഓക്കെ, അതായത് കിഡ്നിയുടെ കോർട്ടെക്സ് വരുന്ന റീജിയനിലാണ് PCT, DCT, മാൽപീജിയൻ ട്യൂബ്യൂൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ലൂപ്പ് ഓഫ് ഹെൻലി അഥവാ ഹെൻലിസ് ലൂപ്പ് എങ്ങോട്ടേക്ക് ഇറങ്ങി കാണാം? മെഡുല്ല റീജിയനിലേക്ക് ഡിപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. In majority of nephrons, the loop of Henle is too short. മിക്ക നെഫ്രോണിന്റെ കേസിലും ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെങ്കിൽ ഹെൻലിസ് ലൂപ്പ് എന്ന് പറയുന്നത് വളരെയധികം നീളം കുറവായിരിക്കും. ആൻഡ് എക്സ്റ്റെൻസ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല. അതായത് ഇവർ അത്രത്തോളം മെഡുലയുടെ അടുത്തേക്ക് ഇവർ എത്തിയിട്ടില്ല. അതായത് കോർട്ടിക്കൽ റീജിയനിൽ തന്നെയായിരിക്കും ഇവര് പൊതുവെ നിൽക്കാറ്. കാരണം ഹെൻലിസ് ലൂപ്പിന്റെ നീളം കുറവായിരിക്കും. Such nephrons are called cortical nephrons. അപ്പൊ അങ്ങനെയുള്ള നെഫ്രോൺസിനെ നമ്മൾ എന്താ വിളിക്കുക? കോർട്ടിക്കൽ നെഫ്രോൺസ്. മക്കളെ ഇത്രേ പറയുന്നുള്ളൂ. മാൽപീജിയൻ ബോഡി, PCT, DCT തുടങ്ങിയവ ഏത് റീജിയനിൽ കാണപ്പെടുന്നു? ഈ പറയുന്ന കോർട്ടെക്സ് റീജിയനിലും. അതേസമയം ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത് മെഡുല്ല റീജിയനിലും ആയിരിക്കും കാണപ്പെടാറ്. പക്ഷേ മിക്ക നെഫ്രോണുകൾ പരിശോധിച്ചാലും ലൂപ്പ് ഓഫ് ഹെൻലിക്ക് നീളം കുറവാണ്. അതുകൊണ്ട് അവ മെഡുല്ല റീജിയനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ കോർട്ടെക്സിൽ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നെഫ്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ നെഫ്രോണുകൾ എന്ന് പറയുക. In some nephrons, the loop of Henle is very long. എന്നാൽ ചില നെഫ്രോൺസിന്റെ കേസിൽ ലൂപ്പ് ഓഫ് ഹെൻലി വളരെ നീളം കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോർട്ടെക്സും കടന്ന് മെഡുല്ല റീജിയനിലേക്ക് ഈ ലൂപ്പ് ഓഫ് ഹെൻലി എത്തിയിട്ടുണ്ടാകും, അല്ലെ? That runs deep into the medulla. അപ്പൊ അങ്ങനെയുള്ള നെഫ്രോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, നെഫ്രോൺസിനെ പ്രധാനമായും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. നെഫ്രോൺസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത് നമ്മൾ എന്താ പറയാ? കോർട്ടിക്കൽ നെഫ്രോൺസ്, അല്ലെ? ഒന്നാമത്തത് കോർട്ടിക്കൽ നെഫ്രോൺസ്, രണ്ടാമത്തത് ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ്. ഓക്കെ, ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ്. ക്ലിയർ ആന്നേ? അപ്പൊ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, എന്താ പറഞ്ഞത്? ഹെൻലിസ് ലൂപ്പ്, ഹെൻലിസ് loop is too short, അല്ലേ? too short, വളരെ നീളം കുറവാണ്. അതുകൊണ്ട് അത് ഏത് റീജിയനിലേ ഉള്ളൂ? കോർട്ടെക്സ് റീജിയനിലേ ഉള്ളൂ, മെഡുല്ല റീജിയനിൽ ഇല്ല. അതുകൊണ്ടാണ് കോർട്ടിക്കൽ നെഫ്രോൺ. ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറയുമ്പോഴത്തേനും ഹെൻലിസ് ലൂപ്പ് is long, അല്ലേ? നല്ല നീളം കൂടുതലാണ്. അതുകൊണ്ട് അവർ ഏത് റീജിയനിലോട്ട് വരും? മെഡുല്ല റീജിയനിലോട്ട് കാണപ്പെടും. അതുകൊണ്ടാണ് ഇവരെ ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. The efferent arteriole emerging from the glomerulus form a fine capillary network around the renal tubule called the peritubular capillaries. അടുത്ത important point വന്നു. നോക്കി, ഇഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമറുലസിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആർട്ടീരിയോൾ ആണ് ഇഫറന്റ് ആർട്ടീരിയോൾ. ഈ പറയുന്ന ഇഫറന്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യും? ഈ റീനൽ ട്യൂബ്യൂളിന് ചുറ്റുമായിട്ട് ഒരു കാപ്പിലറി നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോം ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയാം. A minute vessel of this network run parallel to the Henle's loop, forming a U-shaped vasa recta. അതായത് നമ്മളിപ്പോ പറഞ്ഞ എന്താ? ഇഫറന്റ് ആർട്ടീരിയോൾ. ഇതാണ് മക്കളെ ഇഫറന്റ് ആർട്ടീരിയോൾ. പുറത്തേക്ക് പോകുന്നതാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. ഈ ഇഫറന്റ് ആർട്ടീരിയോൾ ഇതല്ലേ റീനൽ ട്യൂബ്യൂളിന്റെ പോർഷൻ. ഈ റീനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു കാപ്പിലറി നെറ്റ്വർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നതാണ് കാപ്പിലറി നെറ്റ്വർക്ക് ഓഫ് ദി ഇഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ ആ കാപ്പിലറി നെറ്റ്വർക്കിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് നമ്മൾ പറയണത്. ഓക്കെ, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പെരിട്യൂബുലാർ കാപ്പിലറി ഹെൻലിസ് ലൂപ്പ് ഇരിക്കുന്ന റീജിയനിലേക്ക് നോക്കി. ഇതാണ് ഹെൻലിസ് ലൂപ്പ്. ഈ ഹെൻലിസ് ലൂപ്പ് ഇരിക്കുന്ന റീജിയനിലേക്ക് പെരിട്യൂബുലാർ കാപ്പിലറീസ് വന്നു കഴിഞ്ഞാൽ അവരെന്താണ്ട് ഇവിടെ ഒരു യു ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. കണ്ടോ? ഈ ഒരു സ്ട്രക്ചർ നോക്കി, യു ഷേപ്ഡ് അല്ലേ ഇവിടെ നിങ്ങൾ കാണുക? യു ഷേപ്ഡ് ആയിട്ടല്ലേ ഫീൽ ചെയ്യുക?
അപ്പോൾ ഹെൻലെസ് ലൂപ്പ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഹെയർ പിൻ ലൂപ്പാണ്, അത് നമ്മുടെ റീനൽ ട്യൂബ്യൂളിന്റെ ഭാഗമാണ്. എന്നാൽ ഹെൻലീസ് ലൂപ്പിന് എന്താണ് അതിന് പുറം വശത്ത് അല്ല ഔട്ട്സൈഡിൽ നമ്മുടെ ഈ ഒരു പെരിയ ട്യൂബുലർ കാപ്പിലറീസിന്റെ കുറച്ച് ഭാഗം എന്താണ് ഒരു യു ഷേപ്ഡ് പോലെ കാണപ്പെടുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ റെക്ട എന്ന് പറയാം. എന്താ വിളിക്കുക? വാസ റെക്ട എന്ന് പറയുന്നു. ഓക്കെ. Vasa recta is absent or highly reduced in cortical nephrons. നമുക്ക് വാസ റെക്ട എവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല? ഈ പറയുന്ന കോർട്ടിക്കൽ നെഫ്രോൺസിൽ കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, ഒന്നുകിൽ അത് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെയധികം റെഡ്യൂസ്ഡ് നേച്ചറിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ഓർത്തു വെച്ചിരിക്കാം. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? കിഡ്നിയിലെ സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിനെ കുറിച്ചിട്ടാണ്. നെഫ്രോണിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് മാൽപീജിയൻ ബോഡിയെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസൽ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫിഗർ തന്നിട്ട് അതെന്താണ്, എന്തിന്റെ ഫിഗർ ആണെന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചിരിക്കുക, ഇത് മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസലിന്റെ ഫിഗർ ആണ്. അപ്പൊ ഇതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയേ, ഇതാണ് ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ. ഇത് എന്താ? ഇത് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇതിനുള്ളിൽ കാണപ്പെടുന്നത് എന്താ? ദിസ് ഇസ് ദ ഗ്ലോമറുലസ് അല്ലയോ നിങ്ങൾ ഈ കാണുന്നത്? അപ്പൊ ഗ്ലോമറുലസും ബൊമാൻസ് ക്യാപ്സ്യൂളും കൂടി ചേർന്ന് കാണുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിക്കുക? മാൽപീജിയൻ ബോഡി അഥവാ റീനൽ കോർപ്പസൽ എന്ന് വിളിക്കുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനി അടുത്തത് നമ്മളിപ്പോ പഠിച്ചു നിർത്തിയിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാ? കിഡ്നിയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടല്ലേ? അതിനകത്തുള്ള നെഫ്രോണിന്റെ സ്ട്രക്ചർ വരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. കിഡ്നിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. എന്താ? എക്സ്ക്രീഷൻ ആണ് അല്ലെ? അതായത് യൂറിൻ ഫോർമേഷൻ ആണ്. അപ്പൊ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോണത്. അപ്പൊ യൂറിൻ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. യൂറിൻ ഫോർമേഷൻ ഇൻവോൾവ്സ് 3 മെയിൻ പ്രോസസ്സസ്. ഇപ്പൊ യൂറിൻ ഫോർമേഷനിൽ പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടന്റ് സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ, രണ്ടാമത്തേത് റീഅബ്സോർപ്ഷൻ, മൂന്നാമത്തേത് സെക്രീഷൻ. അപ്പൊ യൂറിൻ ഫോർമേഷനിൽ പ്രധാനമായി 3 സ്റ്റെപ്പുകൾ: ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അല്ലെ, 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന 3 സ്റ്റെപ്പുകൾ നടക്കുന്നത് എവിടെ വെച്ച് തന്നെയാണ്? നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോണിൽ വെച്ചിട്ട്. ഈ നെഫ്രോണിന്റെ പല പല ഭാഗങ്ങളുണ്ട് അല്ലെ? ഇങ്ങനെയുള്ള പല ഭാഗങ്ങൾ, നെഫ്രോണിന്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. The first step in urine formation is the filtration of blood. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യണം. Okay, which is carried out by the glomerulus and it is called glomerular filtration. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗ്ലോമറുലസിൽ വെച്ച് ബ്ലഡിന്റെ ഫിൽട്ടറേഷൻ നടക്കുന്നു, അതാണ് അർത്ഥം. നോക്കി, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ യൂറിൻ ഫോർമേഷൻ ഇസ് ദ ഫിൽട്ടറേഷൻ ഓഫ് ബ്ലഡ്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ്, യൂറിൻ ഫോർമേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫിൽട്ടറേഷൻ ഓഫ് ബ്ലഡ് ആണ്. ഇത് നടക്കുന്ന എവിടെ വെച്ചാ? ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നേ? ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ എന്ന പേര് വന്നത്. ഓൺ ആൻ ആവറേജ് 1100 and 1200 ml of blood is filtered by the kidneys per minute. അതായത് ഏകദേശം ഒരു ആവറേജ് കണക്ക്, നമ്മൾ ഏകദേശ കണക്ക് എടുക്കുകയാണെങ്കിൽ 1100 മുതൽ 1200 ml ബ്ലഡ് ആണ് കിഡ്നി ഒരു മിനിറ്റിൽ എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ആവറേജ് കണക്ക് പ്രകാരം എത്രയാണ്? 1100 ml തൊട്ട് 1200 ml ബ്ലഡിനെയാണ് ഒരു മിനിറ്റിൽ കിഡ്നി എന്ത് ചെയ്യുന്നത്? ഫിൽട്ടർ ചെയ്യുന്നത്. which constitute roughly 1/5 of the blood pumped out by each ventricle of the heart in a minute. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു അളവില്ലേ, 1100 1200 ml എന്ന് പറഞ്ഞൊരു അളവില്ലേ, അതെന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഹൃദയത്തിന്റെ വെൻട്രിക്കിൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ വെൻട്രിക്കിളും പുറത്തേക്ക് എന്തിനെ പമ്പ് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ പമ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അതായത് 1/5 ഓഫ് ദ ബ്ലഡ്, അതായത് നമ്മുടെ വെൻട്രിക്കിൾ, ഓരോ വെൻട്രിക്കിളും പുറത്തേക്ക് പമ്പ് ചെയ്ത് വിടുന്ന ബ്ലഡിന്റെ 1/5 ഭാഗമാണ് എന്തെന്ന് പറയണത്? ഇവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്ന ആ ഒരു ബ്ലഡ്. അത് നമുക്കറിയാം, ഓരോ മിനിറ്റിലും നമ്മുടെ ഹൃദയത്തിന്റെ വെൻട്രിക്കിൾ ഓരോ വെൻട്രിക്കിളും എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടുന്നുണ്ട്. ആ ബ്ലഡിന്റെ 1/5 ഭാഗമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നത്? ഒരു മിനിറ്റിൽ നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്.
The glomerular capillary blood pressure causes the filtration of blood through 3 layers. അതായത് ഇപ്പൊ നമുക്കറിയാം ഗ്ലോമറുലസിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്നാ പറയണത്? അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് കൃത്യമാർന്ന രീതിയിൽ ഇവിടെ എന്ത് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടക്കണമെങ്കിൽ അതിന് സഹായിക്കുന്നത് അവിടെയുള്ള 3 ലെയറുകളാണ്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കി. ദ എൻഡോത്തീലിയം ഓഫ് ദ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, ബ്ലഡ് വെസലിന്റെ ഗ്ലോമറുലാർ ബ്ലഡ് വെസലിന്റെ എൻഡോത്തീലിയം ലെയർ, ദ എപ്പിത്തീലിയം ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയൽ ലെയർ, അതോടൊപ്പം തന്നെ ഇതിനിടയിലായി കാണപ്പെടുന്ന ബേസ്മെന്റ് മെംബ്രെയിൻ. ഓക്കെ, ഇവ ഇത്രയും കൂടി ചേരുന്ന അതാണ് ആ ലെയേഴ്സ് അല്ലെ, ഫിൽട്രേഷന് വേണ്ടി സഹായിക്കുന്ന ഫിൽട്രേഷൻ ലെയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. ഈ 3 ലെയറും കൂടിയാണ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. The epithelial cells of the Bowman's capsule called podocyte are arranged in an intricate manner so as to leave some minute spaces called filtration slits or slit pore. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, ഇവിടെ 3 ലെയറുകൾ സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടത്താനായിട്ട്. അപ്പൊ 3 ലെയറുകൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു. ആ 3 ലെയറുകളുടെ പേര് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞ ലെയറിന്റെ പേരെന്താന്ന് നോക്കിയാൽ, ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് എൻഡോത്തീലിയം. എൻഡോത്തീലിയം എന്തിന്റെ എൻഡോത്തീലിയം ആണെന്ന് നോക്കിയേ? എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലസ് എന്ന് ഞാൻ എഴുതാണ്. ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ അല്ലേ, അപ്പൊ ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ, എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽ. രണ്ടാമത്തെ എന്താണെന്ന് നോക്കിയേ? എപ്പിത്തീലിയൽ സെൽ ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അത് ഞാൻ താഴോട്ട് എഴുതുന്നു. എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി പറയുന്ന നോക്കി, ഇതിന് രണ്ടിനും ഇടയിലായിട്ട് എന്തുണ്ടെന്നാ പറയുന്നത്? ബേസ്മെന്റ് മെംബ്രെയിൻ. എന്തുണ്ട്? ബേസ്മെന്റ് മെംബ്രെയിൻ. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞപ്പോ ഈ 3 ലെയറുകളുണ്ട്. ഈ 3 ലെയറുകളും എന്തിനു സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രോസസ്സിനെ സഹായിക്കുന്നുണ്ട്. എന്നിട്ടൊരു ലൈൻ പറയുന്നു നോക്കി. ദ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ, ഇത് അല്ലേ, അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയൽ സെൽസിൽ എന്തുണ്ടെന്നാ പറയുന്നത്? ആ സെൽസിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോഡോസൈറ്റുകൾ. ഓക്കെ, എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ബൊമാൻസ് ക്യാപ്സ്യൂൾ, ബൊമാൻസ് ക്യാപ്സ്യൂളിന്റെ എപ്പിത്തീലിയൽ സെല്ലുകളെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പോഡോസൈറ്റുകൾ. ഇവ ഇൻട്രിക്കേറ്റ് മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമാർന്ന രീതിയിലല്ല, ഒരു എന്താ പറയുന്നത്, ഇറഗുലർ ആയിട്ട് ഒരു ഇൻട്രിക്കേറ്റ് മാനറിലാണ് ഇവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെല്ലുകൾക്കിടയിൽ, ഈ എപ്പിത്തീലിയൽ സെല്ലുകൾ അല്ലെങ്കിൽ പോഡോസൈറ്റുകൾക്കിടയിൽ സ്പേസുകൾ ഉണ്ടാവില്ലേ? ഓക്കെ, ആ സ്പേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിൽട്ടറേഷൻ സ്ലിറ്റുകൾ അല്ലെങ്കിൽ സ്ലിറ്റ് പോറുകൾ എന്ന് പറയുക. Blood is filtered so finely through these membranes. അതുകൊണ്ട് തന്നെ പറയാം, ഈ പറയുന്ന ലെയേഴ്സിലൂടെ ഒക്കെ ബ്ലഡ് വളരെ കൃത്യതയാർന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. That almost all the constituents of the blood plasma except the proteins pass on to the lumen of Bowman's capsule. അപ്പൊ നല്ല രീതിയിൽ ഇവിടെ ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്ലാസ്മയുടെ എല്ലാവിധ കോൺസ്റ്റുവൻസും, എന്തൊഴികെ പ്രോട്ടീനുകൾ ഒഴികെ എല്ലാവിധ കോൺസ്റ്റുവൻസും എന്തിലൂടെ കടന്നു പോകുന്നു എന്ന് പറയാം? ബൊമാൻസ് ക്യാപ്സ്യൂളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. Therefore, it is considered as the process of ultrafiltration. അതുകൊണ്ട് തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നമുക്ക് എന്തെന്നും വിളിക്കാം? അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കാം. അത്രത്തോളം കൃത്യതയാർന്ന രീതിയിലാണ്, അത്രത്തോളം കൃത്യമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്? ഈ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്പുകൾ ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്തെന്ന് പറയാ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ബാക്കി നോക്കാം നമുക്ക്. The amount of filtrate formed by the kidneys per minute is called glomerular filtration rate, that is the GFR. അതായത് എത്രത്തോളം ഫിൽട്രേറ്റ് ഫോം ചെയ്തു. The amount of filtrate formed by the kidney per minute. അതായത് ഒരു മിനിറ്റിൽ നമ്മുടെ കിഡ്നി എത്രത്തോളം ഫിൽട്ടറേറ്റ് ആണ് ഫോം ചെയ്യിപ്പിച്ചത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടന്നത് കിട്ടുന്ന വസ്തുവില്ല, അതാണ് ഫിൽട്രേറ്റ്. അത് ഒരു മിനിറ്റിൽ നമ്മുടെ കിഡ്നി എത്രത്തോളം ഫിൽട്രേറ്റ് ആണ് അവിടെ ഫോം ചെയ്യിപ്പിച്ചത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്ടറേഷൻ റേറ്റ് അഥവാ GFR എന്ന് പറയുന്നത്. The GFR in a healthy individual is approximately 125 ml per minute. അതായത് ഒരു മിനിറ്റില് 125 ml എന്നുള്ളതാണ്
ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ ഗ്ലോമറുലാർ ഫിൽട്ടർ റേറ്റിന്റെ അളവെന്ന് പറയുന്നത്. നോക്കി, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിന്റെ അളവെന്ന് പറയുന്നത്. അപ്പൊ GFR എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എത്രയാണെന്നാ പറയണേ? 125 ml/minute ആണ്. അത് നമ്മൾ ലിറ്റേഴ്സിലാക്കിയാലോ 180 liters per day. ഒരു ദിവസം എത്ര ലിറ്റർ ആണ്? 180 ലിറ്റർ. ഒരു മിനിറ്റിൽ 125 ml ആണ് ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എങ്കിൽ ഒരു ദിവസം അത് എത്രയാണ്? 180 ലിറ്റർ ആണ്. എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലെ? The kidneys have a built-in mechanism for the regulation of glomerular filtration rate. നമ്മുടെ കിഡ്നിയിൽ തന്നെ ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം കിഡ്നിയിൽ തന്നെ ഉണ്ട്. On such efficient mechanism is carried out by juxtaglomerular apparatus, that is the JGA. അപ്പൊ ഇങ്ങനെ കിഡ്നിയിൽ തന്നെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നിയന്ത്രിക്കാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതിന് സഹായിക്കുന്നതാണ് ഏതെന്ന് പറയാ? juxtaglomerular apparatus അഥവാ JGA എന്ന് പറയുന്നത്. Juxtaglomerular apparatus is a specialized sensitive region formed by the cellular modifications in the distal convoluted tubule and the afferent arteriole at the location of their contact. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, നെഫ്രോണിന്റെ ഭാഗങ്ങളാണല്ലോ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അതോടൊപ്പം തന്നെ അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയാം, അഫറന്റ് ആർട്ടീരിയോൾ. അപ്പൊ ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറന്റ് ആർട്ടീരിയോളും തങ്ങളിൽ വന്ന് ചേരുന്ന ഒരു പോർഷൻ ഉണ്ടാവും, കോണ്ടാക്റ്റിൽ വരുന്ന പോർഷൻ ഉണ്ട്. ആ കോണ്ടാക്റ്റിൽ വരുന്ന പോർഷനിൽ ചില സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോഡിഫൈ ചെയ്ത് വരുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് കിഡ്നിയിൽ തന്നെ കാണുന്നതാണ്. ഈ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ത് നിയന്ത്രിക്കുമെന്നാ പറയുന്നത്? ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ നിയന്ത്രിക്കുന്നു. അതെങ്ങനെയാന്ന് നോക്കിയേ. എ ഫോളൻ GFR എന്ന് പറഞ്ഞാൽ എന്താ? GFRന്റെ അളവ് കുറഞ്ഞു. ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. JGA സെൽസിനെ അവർ എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇത് റിലീസ് റെനിൻ. അതിന്റെ ഫലമായിട്ട് ഇവർ എന്തിനെ റിലീസ് ചെയ്യുന്നു? റെനിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ഓഫ് റെനിൻ അല്ലെ? റെനിന്റെ സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചേക്കണേ, RENIN. ഓക്കെ, റെനിൻ, release of renin, which can stimulate the glomerular blood flow and thereby GFR back to normal. അപ്പൊ ഇത് എന്തിനു സ്റ്റിമുലേറ്റ് ചെയ്യും? സ്റ്റിമുലേറ്റ് ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ. സ്റ്റിമുലേറ്റ് ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോയിനെ എന്താണ്? സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. അതിന്റെ ഫലമായിട്ട് GFR നോർമൽ ആവും. GFR comes to normal. ക്ലിയർ ആണോ ഇത്? അപ്പൊ നമ്മൾ പറഞ്ഞത്രേ ഉള്ളൂ. JGA എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് എവിടെയുണ്ട്? ഈ പറയുന്ന കിഡ്നിയുടെ നെഫ്രോൺസിലുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് സെൻസിറ്റീവ് റീജിയൻ ഫോംഡ് ബൈ ദ സെല്ലുലാർ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ദ അഫറന്റ് ആർട്ടീരിയോൾ അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദെയർ കോണ്ടാക്ട്. അവർ തമ്മിൽ കോണ്ടാക്ട് വരുന്ന റീജിയനിലാണ് ഈ സെല്ലുലാർ മോഡിഫിക്കേഷൻ ഉള്ളത്. അവരെ ജക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് വിളിക്കുന്നു. എ ഫോളൻ GFRന്റെ അളവ് കുറയുമ്പോൾ ജക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആക്ടിവേറ്റ് ആകുന്നു. അതിന്റെ ഫലമായിട്ട് അവർ റെനിനെ റിലീസ് ചെയ്യുന്നു. റെനിൻ വന്നിട്ട് ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു. അതിന്റെ ഫലമായിട്ട് GFRന്റെ അളവും കൂടുന്നു. A comparison to the volume of the filtrate formed per day, that is 180 liters per day, with that of the urine released is 1.5 liters, suggests that nearly 99% of the filtrate has to be released by the renal tubules. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുക. ഒരു ദിവസം നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിന് അളവെന്ന് പറയുന്നത് ലിറ്ററിൽ പറഞ്ഞാൽ അത് 180 ലിറ്റർ ആണ്. എന്നാൽ നമ്മൾ പുറത്തേക്ക് കളയുന്ന യൂറിന്റെ അളവെന്ന് പറയുന്നത് ഏകദേശം 1.5 ലിറ്റർ ആണ്. ഓക്കെ, അതായത് 180 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു ദിവസം. അതിൽ 1.5 ലിറ്റർ മാത്രമേ നമ്മുടെ ബോഡി യൂറിൻ എന്ന ഫോമിൽ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഏകദേശം 99% ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റും എന്ത് ചെയ്യാണ്? റീനൽ ട്യൂബ്യൂൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത് അല്ലെ? 99% ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? ഇവിടെ റീഅബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റീഅബ്സോർപ്ഷൻ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? റീഅബ്സോർപ്ഷൻ എന്ന് പറയാം അല്ലെ? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ നടത്തി. ആ ഫിൽട്രേഷന്റെ ഏകദേശം 99% അല്ലെങ്കിൽ ഫിൽട്രേറ്റ് 99% നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ് നമ്മുടെ ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്ത് തിരിച്ചു വലിച്ചെടുത്തു. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ആയില്ലേ? അതിന്റെ പേരെന്താ? റീഅബ്സോർപ്ഷൻ.
The tubular epithelial cells in different segments of nephron perform this either by active or passive mechanism. റീഅബ്സോർപ്ഷൻ നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നെഫ്രോണിന്റെ ട്യൂബുലാർ ഭാഗമാണ്. റീനൽ ട്യൂബ്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞില്ല, ആ ഒരു ട്യൂബുലാർ ഭാഗമാണ് സഹായിക്കുന്നത്. അതും ഏതൊക്കെ മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണെന്ന് നോക്കി, ആക്റ്റീവ് ഓർ പാസീവ് മെക്കാനിസംസ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, substances like glucose, amino acids, sodium ions, etc. in the filtrate are reabsorbed actively. അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം അയോണുകൾ തുടങ്ങിയവയൊക്കെ റീനൽ ട്യൂബ്യൂളുകൾ വലിച്ചെടുക്കുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? ഏത് പ്രോസസ്സാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ് അവിടെ നടക്കുന്നത്. ആക്റ്റീവ്ലി ആണ് അവർ വലിച്ചെടുക്കുന്നത്. അതേസമയം whereas nitrogenous waste are absorbed by the passive transport. അതേസമയം നൈട്രജൻ വേസ്റ്റുകൾ അബ്സോർബ് ചെയ്യപ്പെടുന്നത് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം അയോൺ എന്നിവ റീനൽ ട്യൂബ്യൂൾ അബ്സോർബ് ചെയ്യുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയും അതേസമയം നൈട്രോജീനസ് വേസ്റ്റ് അബ്സോർബ് ചെയ്യുന്നത് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയുമാണ്. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇസ് ഓൾസോ ഒക്കേഴ്സ് പാസീവ്ലി. വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അതും ഏത് ട്രാൻസ്പോർട്ട് വഴിയാ? പാസീവ് ട്രാൻസ്പോർട്ട് ആണ്. ഇൻ ദ ഇനിഷ്യൽ സെഗ്മെന്റ്സ് ഓഫ് ദ നെഫ്രോൺ, നെഫ്രോണിന്റെ തുടക്കത്തിലുള്ള സെഗ്മെന്റ്സിലെല്ലാം വാട്ടറിന്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അത് ഏത് ട്രാൻസ്പോർട്ട് വഴിയാണ്? പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. During urine formation, the tubular cells secrete substances like hydrogen ion, potassium ion and ammonia into the filtrate. Urine formation നടക്കുന്ന സമയത്ത് tubular cells, renal tubular സെല്ലുകൾ ചില സബ്സ്റ്റൻസുകളെ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ അയോൺ, പൊട്ടാസ്യം അയോൺ, അമോണിയ തുടങ്ങിയവയൊക്കെ ഈ ഗ്ലോമറുലർ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. Tubular secretion is an also important step in urine formation. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയാം. അതും വളരെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് യൂറിൻ ഫോർമേഷനിൽ. ആസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്യൂബുലാർ സെക്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന് ഒരു അയോണിക് ബാലൻസ്, അതോടൊപ്പം തന്നെ ഒരു ആസിഡ് ബാലൻസ്, ആസിഡ് ബേസ് ബാലൻസ് ഉണ്ടായേ പറ്റൂ. ഒരു അയോണിക് അല്ലെങ്കിൽ ഒരു ആസിഡ് ബേസ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് കൂടിയാണ് ഏതെന്ന് പറയാ? ട്യൂബുലാർ സെക്രീഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്യൂബുലാർ സെക്രീഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുമാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾസ്. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ യൂറിൻ ഫോർമേഷന് പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ നടക്കണം, അതോടൊപ്പം തന്നെ ട്യൂബുലാർ സെക്രീഷൻ നടക്കണം. അങ്ങനെ ഈ 3 സ്റ്റെപ്പുകളുണ്ട്. ഇനി ഈ റീനൽ ട്യൂബ്യൂളിന്റെ കുറെ ഭാഗങ്ങളില്ലേ? PCT, DCT, ഹെൻലെസ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങളുണ്ട് അല്ലെ? അപ്പൊ അവയുടെയൊക്കെ ഫംഗ്ഷൻ എന്താ? അതുകൂടെ നോക്കാം. ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾസ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ദാറ്റ് ഇസ് ദ PCT, അതിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. PCTയുടെ ഫംഗ്ഷൻ. PCT is lined by, that is the proximal convoluted tubule is lined by simple cuboidal brush border epithelium. ഓക്കെ, അപ്പൊ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിനെ ലൈൻ ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് ഏത് സെൽസ് കാണാന്നാ പറയണത്? സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. which increases the surface area for reabsorption. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ഉള്ളത് കൊണ്ട് തന്നെ അത് എന്തിനു സഹായിക്കുന്നു എന്നറിയോ? സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടും. അപ്പൊ റീഅബ്സോർപ്ഷൻ റേറ്റ് കൂട്ടാനായിട്ട് സഹായിക്കും. ബിക്കോസ് ഈ ഒരു സെല്ലാണ് അവിടെ കാണപ്പെടുന്നത്. Nearly all of the essential nutrients, 70 to 80% of electrolytes and water are reabsorbed by this segment. അപ്പൊ PCT എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് ഏതൊക്കെ വസ്തുക്കളാണ് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത്? ഏതൊക്കെയാ? എസെൻഷ്യൽ ന്യൂട്രിയൻ, ഏകദേശം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയന്റുകളും, 70 തൊട്ട് 80% ഇലക്ട്രോലൈറ്റുകൾ, അതോടൊപ്പം തന്നെ വാട്ടർ എന്നിവയെല്ലാം റീഅബ്സോർബ് ചെയ്യപ്പെടുന്നത് PCT റീജിയനിൽ വെച്ചിട്ടാണ്. PCT also helps to maintain the pH and ionic balance of the body fluids by selective secretion of hydrogen ions, ammonia, potassium ions into the filtrate and by absorption of bicarbonate ions from it. അതായത് PCT എന്തിനും സഹായിക്കുന്നുണ്ടെന്നാ പറയണത്? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ pH ആൻഡ് അയോണിക് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ്. അതായത് PCT നമ്മുടെ ബോഡിക്കകത്തുള്ള pHന്റെ അളവിനെയും അതുപോലെ തന്നെ അയോണിക് ബാലൻസും കൃത്യമാർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതെങ്ങനെയാ സഹായിക്കുന്നേ? ബൈ സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്, അമോണിയ, പൊട്ടാസ്യം അയോൺസ്
ഇൻടു ദ ഫിൽട്രേറ്റ്. അതായത് ഇവർ ട്യൂബുലർ സെക്രീഷൻ നടത്തുന്നുണ്ട്. ട്യൂബുലർ റീഅബ്സോർപ്ഷൻ മാത്രമല്ല PCT ചെയ്യുന്നത്, അവർ എന്തും കൂടെ ചെയ്യുന്നുണ്ട്, ട്യൂബുലർ സെക്രീഷൻ ചെയ്യുന്നുണ്ട്. pHും അയോണിക് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്തിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് നോക്കി, ഹൈഡ്രജൻ അയോൺസിനെ, അമോണിയ, പൊട്ടാസ്യം അയോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എങ്ങോട്ടേക്ക് സെക്രീറ്റ് ചെയ്യുന്നു, ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ബൈ അബ്സോർപ്ഷൻ എന്തിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ബൈകാർബണേറ്റ് അയോൺസിനെ പക്ഷെ ഇവർ എന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് PCTയുടെ ധർമ്മം എന്ന് പറയുന്നത്. അടുത്ത ഭാഗം ഏതാണ്, റീനൽ ട്യൂബ്യൂളിലെ ഹെൻലിസ് ലൂപ്പ് അല്ലേ. അപ്പൊ ഹെൻലിസ് ലൂപ്പിന്റെ ഫംഗ്ഷൻ നോക്കാം. റീഅബ്സോർപ്ഷൻ ഇസ് മിനിമം ഇൻ ഇറ്റ്സ് അസെൻഡിങ് ലിംബ്. നമുക്കറിയാം ഹെൻലിസ് ലൂപ്പിന് രണ്ട് ഭാഗമാണ്, ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. അപ്പൊ ഹെൻലിസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റീഅബ്സോർപ്ഷൻ വളരെയധികം കുറവാണ്. Reabsorption is minimum in its ascending limb. However, this region plays a significant role in the maintenance of high osmolarity of the medullary interstitial fluid. പക്ഷേ ഇവര് ഈ പറയുന്ന അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പില് റീഅബ്സോർപ്ഷന്റെ അളവ് കുറവാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ റീഅബ്സോർപ്ഷൻ മിനിമം ആണെങ്കിൽ കൂടിയും അവർ എന്തിനു സഹായിക്കുന്നുണ്ടെന്നറിയോ, ദേ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ഹൈ ഓസ്മോളാരിറ്റി. അതായത് ഓസ്മോളാരിറ്റി കൂട്ടാനായിട്ട് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിൽ, മെഡുലറിയിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലുള്ള ഓസ്മോളാരിറ്റി കൂട്ടാനായിട്ട് ആരാ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഹെൻലിസ് ലൂപ്പാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഹെൻലിസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത നോക്കിയേ. ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലിസ് ലൂപ്പ് is permeable to water but almost impermeable to electrolyte. അതായത് ഡിസെൻഡിങ് ലിംബ്, ഹെൻലിസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് വാട്ടറിന് പെർമിയബിൾ ആണ്, അതായത് ജലത്തെ കടത്തിവിടുന്നവരാണ്. ഓക്കെ, അതേ സമയത്ത് ഇസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടുന്നവരല്ല. അല്ല, ഇറ്റ് ഇസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. അത് ഓർത്ത് വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദിസ് കോൺസെൻട്രേറ്റ്സ് ദ ഫിൽട്ടറേറ്റ് ആസ് ഇറ്റ് മൂവ്സ് ഡൗൺ. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് ഒരു ഹെൻലിസ് ലൂപ്പ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ഹെൻലിസ് ലൂപ്പ്. ഇപ്പൊ ഹെൻലിസ് ലൂപ്പിലൂടെ ഈ ഫിൽട്ടറേറ്റ് തന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ കടന്നു പോകണം. ഇങ്ങനെ ഇങ്ങോട്ടാണ് പോകേണ്ടത് അല്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയല്ലേ വരിക, ഇങ്ങോട്ടേക്ക് വന്നു ഇങ്ങനെ ഇവർക്ക് പോകണം അല്ല, ഇങ്ങനെയല്ലേ പോകേണ്ടേ. ആക്ച്വലി ദിസ് ഇസ് ദ, ഈ ഒരു പോർഷൻ നമ്മൾ എന്താ വിളിക്കാം, ഡിസെൻഡിങ് ലിംബ് എന്ന് വിളിക്കും. ഇതിനെയാണ് നമ്മൾ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയാം. അപ്പൊ ഡിസെൻഡിങ് ലിംബിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിയാൽ ഫിൽട്രേറ്റ് ഇതിലൂടെ ഇങ്ങനെ ഒഴുകാണ്. ഫിൽട്രേറ്റ് ഇങ്ങനെ ഒഴുകുമ്പോൾ എന്താ പറ്റുക നോക്കുക, ഹെൻലിസ് ലൂപ്പ് ഇസ് പെർമിയബിൾ ടു വാട്ടർ. അതായത് ഇവിടെ നിന്ന് ഈ ഫിൽട്രേറ്റിൽ നിന്നുമുള്ള വെള്ളം പുറത്തേക്ക് പോകാൻ അവർ അനുവദിക്കും. വെള്ളം പുറത്തേക്ക് പോകാൻ അനുവദിക്കും, പക്ഷേ എന്ത് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല, ഇലക്ട്രോലൈറ്റ് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. അപ്പൊ ഇതിനകത്തുള്ള ഫിൽട്രേറ്റുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് ഇൻഡസ്ട്രീഷ്യലിലോട്ട് ഇറങ്ങുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, വെള്ളം ഇവിടേക്ക് പുറത്തു പോകുന്നു, ഇലക്ട്രോലൈറ്റ് പുറത്തു പോകാൻ അനുവദിക്കില്ല. അപ്പൊ എന്താ പറ്റുക, ഇങ്ങോട്ടേക്ക് താഴേക്ക് വരുംതോറും ഡിസെൻഡിങ് ലിംബിലേക്ക്, അതായത് ഡിസെൻഡിങ് ലിംബിലൂടെ ഈ പറഞ്ഞ ഫിൽട്രേറ്റ് താഴേക്ക് ഇങ്ങനെ ഒഴുകും തോറും ആ ഒരു പെർട്ടിക്കുലർ ഫിൽട്രേറ്റ് എന്തായിക്കൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേറ്റ്. എന്നാ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന ഫ്ലൂയിഡ് ദാറ്റ് ഇസ് എ ഫിൽട്രേറ്റ്, അത് മുകളിലേക്ക് ഒഴുകാണ്. ഓക്കെ, മുകളിലോട്ട് പോവാണ്. അപ്പൊ മുകളിലോട്ട് പോകുമ്പോ എന്താ സംഭവിക്കുന്നത് നോക്കിയേ, ദ അസെൻഡിങ് ലിംബ് ഇസ് ഇംപെർമിയബിൾ ടു വാട്ടർ. ഓക്കെ, but allows the transport of electrolytes actively or passively. Therefore, as the concentrated filtrate pass upward, it is diluted. അതായത് ഇവിടെ നോക്കുക, അസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് ഇംപെർമിയബിൾ ടു വാട്ടർ. അവരെന്ത് ചെയ്യില്ല, വെള്ളത്തെ കടത്തി വിടത്തില്ല, പുറത്തോട്ട് വിടത്തില്ല. പക്ഷെ എന്തിനെ പുറത്തോട്ട് വിടും, ഇലക്ട്രോലൈറ്റ്സ് ആണ് പുറത്തോട്ട് പോണത്, ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, അപ്പൊ പുറത്തോട്ട് ഇലക്ട്രോലൈറ്റ്സ് ആണ് പോകുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്സ് പോയി കഴിഞ്ഞാൽ ഇതെന്തായി മാറി, ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ഡൈല്യൂട്ട് ആയിട്ട് മാറിയില്ലേ കുഞ്ഞുങ്ങളെ. അപ്പൊ ഇത് ഡൈല്യൂട്ട് ആയി ഒരു ഭാഗം. അതായത് നമുക്കറിയാം ദിസ് ഇസ് ദ അസെൻഡിങ് ലിംബ്. ഇല്ല, അസെൻഡിങ് ലിംബ് എന്തായി, അസെൻഡിങ് ലിംബിലൂടെ പോകുമ്പോൾ ഉള്ള ഫിൽട്രേറ്റിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തായി, ഡൈല്യൂട്ട് ആയി. ഡിസെൻഡിങ് ലിംബിലൂടെ പോകുമ്പോൾ ആ ഒരു ഫിൽട്രേറ്റ് എന്തായി, കോൺസെൻട്രേറ്റ് ആയി. ഓക്കെ, ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ ഹെൻലിസ് ലൂപ്പ് is permeable to water but almost impermeable to electrolyte. This concentrate the filtrate. അത് എന്തിനു കാരണമായി, ഫിൽട്രേറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണമായി. അതുകൊണ്ട് അത് താഴേക്ക് വന്നു. ലാസ്റ്റ് മൂവ്സ് ഡൗൺ, താഴേക്ക് വരുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഫിൽട്രേറ്റ് എന്തായി മാറി, കോൺസെൻട്രേറ്റ് ആയിട്ട് മാറി.
മാറാൻ തുടങ്ങി. ദ അസെൻഡിങ് ലിംബ് ഇസ് ഇംപെർമിബിൾ ടു വാട്ടർ. അസെൻഡിങ് ലിംബ് വെള്ളത്തെ കടത്തിവിടില്ല, പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് ദി ഇലക്ട്രോലൈറ്റ്സ് ആക്റ്റീവ്ലി ഓർ പാസീവ്ലി. ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടും, ഒന്നുകിൽ ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട് വഴി. അതുകൊണ്ട് തന്നെ ദ കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് പാസ് അപ്വേർഡ്, ഇറ്റ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ്. അസെൻഡിങ് ലിംബിലൂടെ ഈ ഒരു ഫിൽട്രേറ്റ് പോകും തോറും അത് ഡൈല്യൂട്ടഡ് ആയിട്ട് മാറാൻ തുടങ്ങും, അല്ലേ? ഡ്യൂ ടു ദ പാസേജ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ടു ദ മെഡുലറി ഫ്ലൂയിഡ്. അതായത് ഇലക്ട്രോലൈറ്റ്സ് മെഡുലറി ഫ്ലൂയിഡിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽട്രേറ്റ് മുകളിലേക്ക് പോകുന്നവർ, അസെൻഡിങ് ലിംബിലേക്ക് പോകുന്നവർ എന്താ സംഭവിക്കുക? ഡൈല്യൂട്ട് ആയി തീരുകയും ചെയ്യുന്നു. ഇതാണ് ഹെൻലിയസ് ലൂപ്പിന്റെ കഥ. ഇനി അടുത്ത് നോക്കാം DCT. DCT എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്റ്റൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂൾ. അവരുടെ ഫംഗ്ഷൻ നോക്കി. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ് ഇൻ ദിസ് സെഗ്മെന്റ്. ഇവിടെ നടക്കുന്നത് സോഡിയം അയോൺസിന്റെയും വാട്ടറിന്റെയും അബ്സോർപ്ഷൻ ആണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ്. ഓക്കെ, അതൊരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് നടക്കുക. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് എന്തിന്റെയൊക്കെയാ? സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ ടേക്സ് പ്ലേസ് ഇൻ DCT. DCT is also capable of reabsorption of bicarbonate ions and selective secretion of hydrogen and potassium ions and ammonia to maintain the pH and sodium potassium balance in the blood. ഇപ്പൊ DCT വെച്ചിട്ട് സോഡിയം അയോൺസിന്റെയും വാട്ടറിന്റെയും കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെന്ന് പഠിച്ചു. അതോടൊപ്പം തന്നെ ഇവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ബൈകാർബണേറ്റ് അയോൺസിന്റെ റീഅബ്സോർപ്ഷൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം ഹൈഡ്രജൻ അയോൺസിന്റെയും പൊട്ടാസ്യം അയോൺസിന്റെയും സെക്രീഷന് സഹായിക്കുന്നു. ആൻഡ് അമോണിയ, അല്ലെ, അമോണിയയുടെ, ഹൈഡ്രജൻ അയോൺസിന്റെ, പൊട്ടാസ്യം അയോൺസിന്റെ ഒക്കെ സെക്രീഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് pHഉം സോഡിയം പൊട്ടാസ്യം ബാലൻസും ഒക്കെ നമുക്ക് കൃത്യമാർന്ന രീതിയിൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഫങ്ഷൻസ് ഓഫ് ദ ട്യൂബ്യൂൾസ് ആണ്. ഇപ്പൊ എന്തിനൊക്കെ ഫംഗ്ഷൻ പറഞ്ഞു? PCT, ഹെൻലിയസ് ലൂപ്പ്, അതോടൊപ്പം തന്നെ DCT. അപ്പൊ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ദാണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കുക, അത് നെഫ്രോൺ തന്നിട്ടുണ്ട്. നെഫ്രോണിന്റെ ഭാഗങ്ങൾ, ദിസ് ഇസ് ദ കോർട്ടെക്സ്, ഇത് മെഡുലറി റീജിയൻ ആണ്. അപ്പൊ മെഡുലറി റീജിയൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ദിസ് ഇസ് ദ ഗ്ലോമറുലസ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് PCT, ദിസ് ഇസ് ദ ഹെൻലിയസ് ലൂപ്പ്, ദ DCT, ഇത് കളക്ടിങ് ട്യൂബ്, അല്ലെ, കളക്ടിങ് ഡക്ട്. അപ്പൊ ഇവിടെ ഓരോന്നും നിങ്ങൾ നോക്കുക. ഇവിടെ PCT വെച്ച് എന്തൊക്കെയാ സംഭവിക്കുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓരോ പാർട്ടും ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അല്ലെ. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൻലിയസ് ലൂപ്പ് കാണാം. ഇവിടെ ഡിസ്റ്റൽ കൺവോല്യൂട്ടഡ് ട്യൂബ്യൂൾ, അതുപോലെ എന്തൊക്കെയാണ് അവർ റീഅബ്സോർബ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കളക്ടിങ് ട്യൂബ്, അല്ലെ, കളക്ടിങ് ഡക്റ്റിന്റെ കേസും കാണിച്ചിട്ടുണ്ട്. അപ്പൊ കളക്ടിങ് ഡക്ട് നോക്കുക, വാട്ടറിനെ കണ്ടോ? വാട്ടർ പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതിലൂടെ. അപ്പൊ അതുകൂടി ഓർത്തു വെച്ചിരിക്കും. ഇനി കളക്ടിങ് ഡക്റ്റിനെ കുറിച്ച് നോക്കാം. This long duct extends from the cortex of the kidney to the inner parts of the medulla. ഇത് വളരെ നീളത്തിലുള്ള ഒരു കുഴലാണ്. അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? കിഡ്നിയുടെ കോർട്ടെക്സ് റീജിയനിൽ നിന്നും മെഡുലയുടെ ഇന്നർ പാർട്സ് വരെ നീണ്ടു കിടക്കുന്ന വളരെ നീളത്തിലുള്ള ഒരു സ്ട്രെയിറ്റ് ട്യൂബ് ആണ് ആക്ച്വലി ഏതെന്ന് പറയാ? കളക്ടിങ് ഡക്ട് എന്ന് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ കുഡ് ബി റീഅബ്സോർബ്ഡ്. വെച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ധാരാളം വെള്ളത്തെ അവർ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് ഫ്രം ദിസ് റീജിയൻ ടു പ്രൊഡ്യൂസ് എ കോൺസെൻട്രേറ്റഡ് യൂറിൻ. അതുകൊണ്ട് തന്നെയാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടറിനെയും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിക്ക് അകത്തേക്ക് റീഅബ്സോർബ് ചെയ്യാൻ കളക്ടിങ് ഡക്ട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ ഫോം ചെയ്യുന്നത്. This segment allows passage of small amount of urea into the medullary interstitium. അപ്പൊ ഈ ഒരു സെഗ്മെന്റ്, അതായത് കളക്ടിങ് ഡക്ട് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ചെറിയ എമൗണ്ട്, വളരെ ചെറിയ എമൗണ്ട് യൂറിയ എങ്ങോട്ടേക്ക്? മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിലേക്ക് പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ടു കീപ് ദ ഓസ്മോളാരിറ്റി, എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഓസ്മോളാരിറ്റി കൃത്യമാർന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇറ്റ് ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് pH and ionic balance of blood by selective secretion of hydrogen ions and potassium ion. അപ്പൊ ഇവർ എന്തിനൂടെ സഹായിക്കുന്നുണ്ട്? കളക്ടിങ് ഡക്ട് അവര് pHന്റെയും അയോണിക് ബാലൻസ്, ബോഡിയുടെ pHന്റെയും അയോണിക് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. എങ്ങനെയാ? സെലക്ടീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് പൊട്ടാസ്യം അയോൺസ്. പൊട്ടാസ്യം അയോൺസിന്റെയും ഹൈഡ്രജൻ അയോൺസിന്റെയും കൃത്യമാർന്ന രീതിയിൽ സെക്രീഷൻ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ സഹായിക്കുന്നു? ബോഡിയിലെ അയോണിക് ബാലൻസും pH ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കളക്ടിങ് ഡക്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, റീനൽ ട്യൂബ്യൂളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള PCT, ഹെൻലിയസ് ലൂപ്പ്, DCT എന്നിവയുടെ ഫംഗ്ഷൻസ് ഡിസ്കസ് ചെയ്തു. കളക്ടിങ് ഡക്റ്റിന്റെ ഫംഗ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പറയുന്നത് മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഫിൽട്രേറ്റ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പെർട്ടിക്കുലർ യൂറിൻ എന്ന് പറയുന്ന ഹൈലി കോൺസെൻട്രേറ്റഡ് ആക്കി ഉണ്ടാക്കുകയാണ് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഫ്രോൺസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇത് കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഫിൽട്രേറ്റ് ഇത്രത്തോളം കോൺസെൻട്രേറ്റ് ആകുന്നത് എങ്ങനെയാണ്? അതിന്റെ മെക്കാനിസം എന്താണ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
Mammals have the ability to produce a concentrated urine. അല്ലെ, മാമൽസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അവർക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. The Henle's loop and Vasa recta plays a significant role in this. അത് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പൊ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ നെഫ്രോണിന്റെ ഭാഗങ്ങളാണ് ഹെൻലെസ് ലൂപ്പും അതോടൊപ്പം തന്നെ വാസാ റെക്റ്റയും. ഹെൻലെസ് ലൂപ്പും വാസാ റെക്റ്റയും എന്തിനു സഹായിക്കുന്നു? കോൺസെൻട്രേറ്റഡ് യൂറിൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. The flow of filtrate in the two limbs of Henle's loop is in opposite direction and thus forms a counter current. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. അപ്പൊ നോക്കി, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി പറയുന്നത് എന്താ നോക്കുക? The flow of filtrate in the two limbs of Henle's loop. ഹെൻലെസ് ലൂപ്പിന്റെ രണ്ട് ലിംബുകളിലൂടെയുള്ള ഫിൽട്ടറേറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് it is in opposite direction and thus forms a counter current. അതായത് ഹെൻലെസ് ലൂപ്പിന് രണ്ട് ലിംബുകളുണ്ട്. ആ രണ്ട് ലിംബുകളിലൂടെ ഉള്ള ആ ഒരു ഫിൽട്രേറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിലാണോ? അല്ല, എതിർ ദിശയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് എന്തിന് കാരണമാകുന്നത്? ഒരു കൗണ്ടർ കറന്റ് ഫോം ചെയ്യാനായിട്ട് അവിടെ കാരണമാകുന്നത്. The flow of blood through the two limbs of Vasa recta is also in a counter current pattern. അതായത് നമ്മളിപ്പോ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഹെൻലെസ് ലൂപ്പിന് രണ്ട് ലിംബുണ്ട് അല്ലെ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ലിംബ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ ഈ രണ്ട് ലിംബുകളിലൂടെ ഒഴുകുന്ന ഫിൽട്രേറ്റിന്റെ ഫ്ലോ എന്ന് പറയുന്ന ഒരേ ദിശയിലേക്കാണോ? അല്ല, ഒരാള് മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ മറ്റേയാൾ താഴെ നിന്ന് മുകളിലേക്കാണ്, ഓപ്പോസിറ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് ആരുടെ കേസും? വാസാ റെക്റ്റയിലും നമുക്ക് വാസാ റെക്റ്റയ്ക്ക് ഇതുപോലെ രണ്ട് ലിംബുകളുണ്ട്. അവിടെയും ഇതേപോലെയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെയുള്ള ഫ്ലോ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഹെൻലെസ് ലൂപ്പിലും വാസാ റെക്റ്റയിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലോയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൗണ്ടർ കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാ ഇവിടെ പറയണത്, the flow of filtrate in the two limbs of Henle's loop is in opposite direction and thus forms a counter current. The flow of blood through the two limbs of Vasa recta is also in a counter current pattern. Vasa rectയുടെ രണ്ട് ലിംബുകളിൽ നമുക്ക് എന്ത് തന്നെ കാണാൻ പറ്റുക? കൗണ്ടർ കറന്റ് പാറ്റേണിലുള്ള ഫ്ലോ ആണ് കാണാൻ പറ്റുക. The proximity between the Henle's loop and Vasa recta as well as the counter current in them help in maintaining and increasing osmolarity towards the inner medullary interstitium. അതായത് നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു കൗണ്ടർ കറന്റ് പാസേജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേറ്റ് ഫിൽട്രേറ്റ് ഫോം ചെയ്യാനായിട്ട് കാരണം. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം 300 milliosmol per liter in the cortex to about 1200 milliosmol per liter in the inner medulla. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കി, ഇവിടെ ഒരു ഓസ്മോളാരിറ്റി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അതായത് കോർട്ടെക്സിൽ ഒരു 300 ഓസ്മോളാരിറ്റിയാ വരുന്നതെങ്കിൽ ഏകദേശം 300 തൊട്ട് ഒരു 1200 ഇന്നർ മിഡിൽ ഒരു 1200 ആ ഒരു ഓസ്മോളാരിറ്റി ഡിഫറൻസ് ഇവിടെ ഉണ്ട് അല്ലെ. 300 1200 എന്നുള്ള ഓസ്മോളാരിറ്റി ഡിഫറൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് കൗണ്ടർ കറന്റ് അല്ലെ. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഫ്ലോ മൂലമാണ് ഇങ്ങനെ ഒരു ഓസ്മോളാരിറ്റി ഡിഫറൻസ് ഇവിടെ കോർട്ടെക്സിലും മെഡുല്ലയിലും ക്രിയേറ്റ് ചെയ്തത്. This gradient is mainly caused by sodium chloride and urea. അപ്പൊ ഈ ഒരു ഓസ്മോളാരിറ്റി ഡിഫറൻസ് ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള സോഡിയം ക്ലോറൈഡും യൂറിയയുമാണ്. Sodium chloride, that is NaCl, is transported by the ascending limb of the Henle's loop, which is exchanged with the descending limb of the Vasa recta. അതായത് ഹെൻലെസ് ലൂപ്പിൽ നിന്നും സോഡിയം ക്ലോറൈഡ്, ദാറ്റ് ഇസ് NaCl എന്ത് ചെയ്യാണ്? അതായത് ഹെൻലെസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്നും സോഡിയം ക്ലോറൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയും അത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ദാറ്റ് ഇസ് എക്സ്ചേഞ്ച് വിത്ത് ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ദ വാസാ റെക്ട. വാസാ റെക്ടയുടെ ഡിസെൻഡിങ് ലിംബുമായിട്ടാണ് അത് എന്ത് ചെയ്യപ്പെടുന്നത്? എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. നോക്കുക, നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ നെഫ്രോണിന്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഇതെന്താ? ഹെൻലെസ് ലൂപ്പാണ് അല്ലെ. ഇതാണ് ഹെൻലെസ് ലൂപ്പ്. ഇത് ഹെൻലെസ് ലൂപ്പിന് ഈ ഒരു ലിംബ് എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ലിംബാണ്. ഇതെന്ന് പറയുന്നത് എന്താ? അസെൻഡിങ് ലിംബാണ്. ഇത് വാസാ റെക്ടയാണ്. ഈ കാണിച്ചിരിക്കുന്നത് വാസാ റെക്ട. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്കേ, ഈ പറയുന്ന ഹെൻലെസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്ന് എന്താ പുറത്തേക്ക് പോകുന്നത്? സോഡിയം ക്ലോറൈഡ് അല്ലെ. ഈ ഒരു സോഡിയം ക്ലോറൈഡിനെ ആരാ സ്വീകരിക്കുന്നതെന്ന് നോക്കേ? വാസാ റെക്ടയുടെ, ഇതാണ് വാസാ റെക്ട, വാസാ റെക്ടയുടെ അസെൻഡിങ് ലിംബ് സ്വീകരിക്കുന്നു.
വാസാരക്തയുടെ ഡിസെൻഡിങ് ലിംബ് സ്വീകരിക്കുന്നു. ഓക്കെ, എന്താ പറഞ്ഞേ? അസെൻഡിങ് ലിംബ്, അതായത് ഹെൻലെസ് ലൂപ്പിന്റെ അസെൻഡിങ് ലിംബിൽ നിന്നും പോകുന്ന സോഡിയം ക്ലോറൈഡ് വാസാരക്തയുടെ ഡിസെൻഡിങ് ലിംബ് ആണ്, ഇവിടേക്ക് അകത്തോട്ട് കയറുന്നുണ്ടോ? ഡിസെൻഡിങ് ലിംബാണ്, ഇതാണ് ഡിസെൻഡിങ് ലിംബ്, താഴേക്കല്ലേ ആരോ. അപ്പൊ ഡിസെൻഡിങ് ലിംബാണ് എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്കി, NaCl is transported by the ascending limb of Henle's loop. Henle's loopന്റെ ascending ലിംബിൽ നിന്നും പുറത്തു വരുന്ന NaCl-നെ that is exchange with the descending limb of Vasa recta. Vasa rectയുടെ descending ലിംബുമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. NaCl is returned to the interstitium by the ascending portion of Vasa recta. എന്നിട്ട് എന്താ പറ്റുക? ഈ പറയുന്ന NaCl നോക്കുക, ഇവിടെ എത്തിയതിനു ശേഷം ഇതിങ്ങനെ കടന്നു പോയിട്ട് അതെവിടെ കയറും? ഈ ഒരു പോർഷനിൽ കയറും. അതായത് ഇതേതാ? നമ്മുടെ വാസാരക്തയുടെ അസെൻഡിങ് ലിംബ. ഈ അസെൻഡിങ് ലിംബിൽ കയറി കഴിഞ്ഞാൽ NaCl പിന്നെ ഇവിടെ നിന്നും പുറത്തേക്കാ പോകുന്നത്, കണ്ടോ? ഇൻഡസ്ട്രീസിലേക്ക് തിരിച്ച് NaCl എത്തി. ക്ലിയർ ആവുന്നോ? ബാക്കി നോക്കിയേ. സിമിലർലി സ്മോൾ അമൗണ്ട്സ് ഓഫ് യൂറിയ എൻ്റർ ദ തിൻ സെഗ്മെന്റ് ഓഫ് അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലെസ് ലൂപ്പ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു ദ ഇൻഡസ്ട്രീഷ്യം ബൈ ദ കളക്ടിംഗ് ട്യൂബ്യൂൾ. അതുപോലെ തന്നെയാണ് യൂറിയയുടെ കേസും. ചെറിയ എമൗണ്ട് യൂറിയ എന്ത് ചെയ്യാണ്? അസെൻഡിങ് ലിംബിന്റെ തിൻ സെഗ്മെന്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതെവിടേക്ക് കയറും? ഈ പറയുന്ന ഹെൻലെസ് ലൂപ്പ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു ദ ഇൻഡസ്ട്രീഷ്യം ബൈ ദ കളക്ടിംഗ് ഡക്ട്. അതായത് ഈ പറയുന്ന യൂറിയ ഹെൻലെസ് ലൂപ്പിൽ നിന്ന് എവിടെ എത്തും? കളക്ടിംഗ് ട്യൂബിൽ എത്തിയിട്ട് കളക്ടിംഗ് ഡക്റ്റിൽ നിന്നാണ് അതെന്ത് ചെയ്യുന്നത്? പിന്നെയും ഇൻഡസ്ട്രീഷ്യത്തിൽ എത്തും. ഓക്കെ, അപ്പൊ യൂറിയ പിന്നെയും തിരിച്ച് അവിടെ തന്നെ എത്തുന്നുണ്ട്, ഇൻഡസ്ട്രീഷ്യത്തിൽ തന്നെ എത്തുന്നുണ്ട്. അതായത് ട്യൂബിലേക്ക് കയറി പിന്നീട് തിരിച്ച് ഇൻഡസ്ട്രീഷ്യൻ, പിന്നെ ഇൻഡസ്ട്രീഷ്യത്തിൽ നിന്ന് ട്യൂബിൽ കയറുന്നു, പിന്നെയും ഇൻഡസ്ട്രീഷ്യൻ, അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കയറി ഇറങ്ങി ഈ യൂറിയ പോകുന്നുണ്ട്. The above described transport of substances facilitated by special arrangement of Henle's loop and Vasa recta, and it is called the counter current mechanism. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഫ്ലോ നടക്കുന്നത് കൊണ്ടാണ്, ഫിൽട്രേറ്റിന്റെ ആ ഒരു ഓപ്പോസിറ്റ് ഫ്ലോ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ആക്ച്വലി ഇവിടെ എന്താ ഒരു ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു പെർട്ടിക്കുലർ ഫിൽട്രേറ്റ് ഹൈലി കോൺസെൻട്രേറ്റഡ് എന്ന രീതിയിലേക്ക് മാറ്റാനും സഹായിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയാം. അതായത് ഹെൻലീസ് ലൂപ്പിലൂടെയും അതോടൊപ്പം തന്നെ വാസാരക്തയിലൂടെയുള്ള ആ ഒരു ഫിൽട്രേറ്റിംഗ് ഫ്ലോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫ്ലോ ആണ് കൗണ്ടർ കറന്റ്. അപ്പൊ ഈ ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റ് ആയിട്ട് മാറിയത്. This mechanism helps to maintain a concentration gradient in the medullary interstitium. അപ്പൊ ഈ ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം എന്തിനു സഹായിച്ചു എന്നാ പറയുന്നേ? ആ ഒരു മെഡുലറി ഇന്റർസ്റ്റീഷ്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ സഹായിച്ചു. The presence of such interstitial gradient helps in an easy passage of water from the collecting tubule, thereby concentrating the filtrate, that is the urine. അതായത് ഇങ്ങനെ ഒരു ഗ്രേഡിയന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ യൂറിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാ പറയുന്നത്? കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റാനായിട്ട് സാധിച്ചു. അതായത് കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും വാട്ടറിനെ ശരീരത്തിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു ഓസ്മോളാരിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. ഹ്യൂമൻ കിഡ്നീസ് ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times കോൺസെൻട്രേറ്റഡ് ദാൻ ദ ഇനിഷ്യൽ ഫിൽട്രേറ്റ് ഫോംഡ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ആദ്യം ഉണ്ടായ ഫിൽട്രേറ്റ്, ഇനിഷ്യൽ ഫിൽട്രേറ്റ് ഉണ്ടായില്ലേ, അതിനേക്കാട്ടിലും ഏകദേശം 4 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് നമ്മുടെ കിഡ്നി ഫോം ചെയ്യിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കൗണ്ടർ കറന്റ് മെക്കാനിസം കാണിച്ചിരിക്കുന്ന ഒരു ഫിഗർ ആണ് ഇവിടെ, കണ്ടോ? ഇതൊന്നും കാണാനായിട്ട് സാധിക്കും. ഞാൻ എന്താണ് നേരത്തെ പറഞ്ഞു, NaCl തിരിച്ച് ഇൻഡസ്ട്രീഷ്യൽ എത്തുന്ന കഥ വരെ പറഞ്ഞു. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. യൂറിയയുടെ കേസ് കണ്ടോ? യൂറിയ കളക്ടിംഗ് ഡക്റ്റിന്റെ ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് കളക്ടിംഗ് ഡക്റ്റിലുള്ള യൂറിയ ഇൻഡസ്ട്രീഷ്യത്തിൽ എത്തിക്കുകയും അതോടൊപ്പം തന്നെ കളക്ടിംഗ് ഡക്റ്റ് എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ഇൻഡസ്ട്രീഷ്യലിലേക്ക് അതായത് റീഅബ്സോർബ് ചെയ്യാനാണ് അവർ സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് ഇവിടെ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. ഇപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്, അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. The functioning of the kidneys is efficiently monitored and regulated by the hormonal feedback mechanisms involving the hypothalamus, juxtaglomerular apparatus, and to a certain extent the heart. അതായത് നമ്മുടെ കിഡ്നീസിന്റെ ഫംഗ്ഷൻ കൃത്യമാർന്ന രീതിയിൽ ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്കകത്തുള്ള ഹോർമോണൽ ആക്ഷന്റെ ഫലമായിട്ടാണ്. ഈ ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് കൃത്യമാർന്ന രീതിയിൽ കിഡ്നിയുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യണത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് ഹൈപ്പോതലാമസ്, നമ്മൾ നേരത്തെ പഠിച്ച ജക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ കിഡ്നിയെ കൺട്രോൾ ചെയ്യാനായിട്ട് ചെറിയ തോതിൽ ആരുടെ സഹായിക്കുന്നുണ്ട്? ഹൃദയവും സഹായിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം.
Osmoreceptors in the body are activated by changes in blood volume, body fluid volume and ionic concentration. നമ്മുടെ ബോഡിയിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആകും. എപ്പോഴാണെന്നറിയോ? നമ്മുടെ ബോഡിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ബ്ലഡ് വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലൂയിഡ് വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ നമ്മുടെ അയോണിക് കോൺസെൻട്രേഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ആര് മനസ്സിലാക്കും? നമ്മുടെ ബോഡിയിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് മനസ്സിലാക്കുകയും അതിന്റെ ഫലമായിട്ട് ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യപ്പെടുന്നു. An excessive loss of body fluid from the body can activate these receptors. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഉള്ള ബോഡി ഫ്ലൂയിഡ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓക്കെ, എക്സസീവ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് കൂടുതലായിട്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ആര് മനസ്സിലാക്കുന്നു? ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ദീസ് റിസപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ എക്സസീവ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് നടന്നു, അതിന്റെ ഫലമായിട്ട് ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്റ്റീവായി, അതിന്റെ ഫലമായി ദാറ്റ് സ്റ്റിമുലേറ്റ് ഹൈപ്പോതലാമസ്. അത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു? ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. അതിന്റെ ഫലമായി ഹൈപ്പോതലാമസ് എന്തിനെ റിലീസ് ചെയ്യുന്നു? നോക്കിയേ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ റിലീസ് ചെയ്യിപ്പിക്കുന്നു. പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എക്സസീവ് ലോസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ധാരാളമായി നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമായി എന്ന് വിചാരിക്കാം. അതാര് മനസ്സിലാക്കും? അത് നമ്മുടെ ബോഡിയിലെ ഓസ്മോ റിസപ്റ്റേഴ്സ് മനസ്സിലാക്കി, അല്ലെ? അപ്പൊ എന്ത് സംഭവിച്ചു? ആക്ടിവേറ്റ് ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയി. ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആയപ്പോ ഇറ്റ് സ്റ്റിമുലേറ്റ്, അത് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു എന്നാ പറയണേ? സ്റ്റിമുലേറ്റ് ഹൈപ്പോതലാമസ്. ആരെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു? ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചു. ഹൈപ്പോതലാമസ് ഇതിന്റെ ഫലമായിട്ട് എന്തിനെ റിലീസ് ചെയ്തു എന്നാ പറയണേ? റിലീസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിനെ അല്ലെങ്കിൽ ആന്റി ഡയൂററ്റിക് ഹോർമോണിനെ അവർ എന്ത് ചെയ്യിപ്പിച്ചു? അവര് റിലീസ് ചെയ്തു. ആര് റിലീസ് ചെയ്തു? ഹൈപ്പോതലാമസ് റിലീസ് ചെയ്തു. ഓക്കെ, ഫ്രം ദ ന്യൂറോഹൈപ്പോഫൈസിസ്. എന്നിട്ട് നോക്കുക, ADH facilitates water reabsorption from latter parts of the tubule, thereby preventing diuresis. അപ്പൊ ഈ ADH എന്ത് ചെയ്തു എന്നാ പറയണേ? ADH ഫെസിലിറ്റേറ്റ് വാട്ടർ റീഅബ്സോർപ്ഷൻ. അവർ എന്തിനു കാരണമായി? വാട്ടറിനെ റീഅബ്സോർബ് ചെയ്തു. അതായത് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസിന്റെ താഴോട്ടുള്ള പോർഷനിൽ നിന്നും ആ ട്യൂബ്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് വാട്ടർ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തി. അതിന്റെ ഫലമായിട്ട് എന്ത് നടന്നില്ല? പ്രിവെന്റ് ഡയൂറസിസ്. എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ട് വാട്ടർ യൂറിൻ ഫോമിൽ പുറത്തു പോകുന്നതാണ് ഡയൂറസിസ്. അപ്പോ വാട്ടറിനെ ശരീരത്തിനകത്തേക്ക് വലിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് അവിടെ നടക്കത്തില്ല? വാട്ടർ കൂടുതലായിട്ട് പുറത്തേക്ക് പോവോ? ഇല്ല. അതായത് ഡയൂറസിസ് അവിടെ പ്രിവെന്റ് ചെയ്യപ്പെട്ടു. ക്ലിയർ ആണോ? An increase in body fluid volume can switch off the osmoreceptors. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കൂടി കാണും. വെള്ളം അകത്തേക്ക് കയറിയപ്പോൾ ബോഡി ഫ്ലൂയിഡ് കൂടി. അപ്പൊ ബോഡി ഫ്ലൂയിഡ് കൂടി എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ത് പറ്റും? ഈ ഓസ്മോറിസെപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ആകും. അതിന്റെ ഫലമായിട്ട് ADHന്റെ റിലീസ് അവിടെ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ആകും. ക്ലിയർ ആയോ? ADH can also affect the kidney function by its constrictory effect on the blood vessel. ഇത് ഒരു കേസാണ്. ADH വാട്ടർ റീഅബ്സോർബ് ചെയ്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ബോഡി ഫ്ലൂയിഡിന്റെ അളവ് കൂടുന്നു. അതൊരു കേസ്. അതല്ലെങ്കിൽ ADHന് വേറൊരു ജോലി കൂടെ ചെയ്യാം. അതെന്താ ചെയ്തെന്നാ പറയുന്നേ? ADH can also affect the kidney function by its constrictory effect on blood vessels. അപ്പൊ നമ്മൾ പറഞ്ഞിത്രേ ഉള്ളൂ. ADH can also affect the kidney function by its constrictory effect on blood vessel. അതായത് ADH ഇവിടെ ഞാൻ പറഞ്ഞു ADHന് വാട്ടർ റീഅബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇത് കൂടാതെ അവർ ഫംഗ്ഷൻ ചെയ്യുന്ന എന്താന്നാ പറയുന്നത്? അവര് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, ബ്ലഡ് വെസൽസിനെ ഒന്ന് ചുരുക്കാം. അപ്പൊ ബ്ലഡ് വെസൽസിനെ ചുരുക്കി കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കി? ഇൻക്രീസ് ദ ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതിന്റെ ഫലമായിട്ട് GFR കൂടാം. ഇങ്ങനെയും അവർ ചെയ്യാറുണ്ട്. അപ്പൊ നോക്കി, ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ADH കിഡ്നി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നാ പറഞ്ഞേ. ഒരു കേസ് ഞാൻ പറഞ്ഞു വാട്ടർ റീഅബ്സോർബ് ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ എങ്ങനെ പറഞ്ഞു? ADH can also affect the kidney function by its constrictory effect on blood vessel. അവരുടെ ജോലി അവർ ചെയ്യുന്ന ബ്ലഡ് വെസൽസിലായിരിക്കും. ADH എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസിനെ എന്ത് ചെയ്യുന്നു? കൺസ്ട്രിക്ട് ചെയ്യുന്നു. കൺസ്ട്രിക്ട് ബ്ലഡ് വെസൽ അല്ലെ? ബ്ലഡ് വെസൽസിനെ അവർ എന്ത് ചെയ്യാണ്? കൺസ്ട്രിക്ട് ചെയ്യാണ്. അപ്പൊ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രിക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ BP കൂടും. ബ്ലഡ് പ്രഷർ കൂടും അല്ലെ? അപ്പൊ ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഗ്ലോമെറുലാർ ബ്ലഡ് ഫ്ലോ കൂടി എന്ന് പറയാം. ഗ്ലോമെറുലാർ
blood flow increases. Glomerular blood flow increases. Glomerular blood flow കൂടി. അതിന്റെ ഫലമായിട്ട് GFR also increases. ഇങ്ങനെയും സംഭവിക്കാം. ഓക്കെ, ഇനി അടുത്ത ആൾ, ഇത് ഒന്നാമത്തെ ആളായിരുന്നു. ഇനി രണ്ടാമത്തെ ആളുടെ കേസ് നോക്കിയാൽ, രണ്ടാമത്തെ ആൾ ആരാ? ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്. ഒന്നാമത്തെ ആളുടെ കേസ് നമ്മൾ പറഞ്ഞു ആരാ? ഹൈപ്പോതലാമസിന്റെ കേസ് അല്ലേ പറഞ്ഞേ. അടുത്ത രണ്ടാമത്തെ ആളാണ്. ദ ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് പ്ലേസ് എ കോംപ്ലക്സ് റെഗുലേറ്ററി റോൾ. അത് ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള റോളാണ് കിഡ്നി റെഗുലേഷന് വേണ്ടിയിട്ട് നടത്തുന്നത്. എന്താ നോക്കാം. എ fall in glomerular blood flow or glomerular blood pressure or GFR can activate the juxtaglomerular cells to release renin. അതായത് നമ്മുടെ ബോഡിക്കകത്ത് ഗ്ലോമറുലാർ ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ, അതും അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, GFRന്റെ അളവ് കുറഞ്ഞു, അല്ലെ ആ ഒരു ബ്ലഡ് ഫ്ലോ കുറഞ്ഞു എന്ന് വിചാരിക്കുക. ഇങ്ങനെ കുറഞ്ഞെങ്കിൽ അത് ആര് മനസ്സിലാക്കും? ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് അല്ലെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് മനസ്സിലാക്കും. അതിന്റെ ഫലമായിട്ട് അവർ എന്തിനെ റിലീസ് ചെയ്യുന്നു? റെനിൻ എന്ന് പറയുന്ന ഹോർമോണിനെ റിലീസ് ചെയ്യും. ഓക്കെ, ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് എന്തിനെ റിലീസ് ചെയ്യുന്നു? റെനിൻ. എന്നിട്ട് എന്താ പറ്റുക? ഈ റെനിൻ വന്നിട്ട് ഇറ്റ് കൺവേർട്സ് ആൻജിയോടെൻസിനോജൻ ഇൻ ദ ബ്ലഡ് ടു ആൻജിയോടെൻസിൻ ഫസ്റ്റ് ആൻഡ് ടു ഫർദർ ടു ആൻജിയോടെൻസിൻ സെക്കൻഡ്. അപ്പൊ അവരെന്താ ചെയ്തേ? ഇപ്പൊ റെനിൻ സെക്രീറ്റ് ചെയ്തല്ലോ നമ്മുടെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ്. ആ വന്ന റെനിൻ നമ്മുടെ ബ്ലഡിനകത്തുള്ള ആൻജിയോടെൻസിനോജനെ എന്താക്കി മാറ്റി? ആൻജിയോടെൻസിൻ ഫസ്റ്റ് ആക്കി മാറ്റി. എന്നിട്ട് ആൻജിയോടെൻസിൻ സെക്കൻഡും ഉണ്ടാക്കി. ആൻജിയോടെൻസിൻ ഫസ്റ്റ് ആൻഡ് ഫർദർ ടു, പിന്നീട് അത് എന്താക്കി? ആൻജിയോടെൻസിൻ സെക്കൻഡ് ആക്കി. ഇങ്ങനെ ഉണ്ടായ ആൻജിയോടെൻസിൻ സെക്കൻഡ്, അതിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ പവർഫുൾ വാസോ കൺസ്ട്രക്ടർ. വാസോ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടായ ആൻജിയോടെൻസിൻ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് വെസലിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആളാണ്, വാസോ കൺസ്ട്രക്ടർ ആണ്. ഇപ്പൊ ബ്ലഡ് വെസൽ കൺസ്ട്രക്ട് ആയാൽ എന്ത് പറ്റും? ഇറ്റ് ഇൻക്രീസസ് ദ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ കൂടും, അതിന്റെ ഫലമായിട്ട് GFR കൂടും. അതായത് നമ്മുടെ ബോഡിയിൽ GFR കുറഞ്ഞാൽ GFR കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ സംഭവിക്കുക? ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് റെനിൻ ഉണ്ടാക്കും. റെനിൻ നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ ഫസ്റ്റ് ആക്കും. അതിനുശേഷം അത് ആൻജിയോടെൻസിൻ സെക്കൻഡ് ആവും. ഇങ്ങനെ ആൻജിയോടെൻസിൻ സെക്കൻഡ് ഉണ്ടായി. ആ ആൻജിയോടെൻസിൻ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു വാസോ കൺസ്ട്രക്ടർ ആണ്. ഇത് ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, GFRന്റെ അളവും കൂടും. ഇനി അടുത്ത് നോക്കി, ആൻജിയോടെൻസിൻ സെക്കൻഡ് ഓൾസോ ആക്ടിവേറ്റ്സ് ദ അഡ്രീനൽ കോർട്ടെക്സ്. ഇങ്ങനെ ഉണ്ടായ ആൻജിയോടെൻസിൻ സെക്കൻഡ് ഒരു വാസോ കൺസ്ട്രക്ടർ കൂടാതെ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന്റെ ഫലമായിട്ട് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? അഡ്രീനൽ കോർട്ടെക്സ് ആൽഡോസ്റ്റിറോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുമെന്നാ പറയണേ? ഇറ്റ് കോസസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ ഫ്രം ദ ഡിസ്റ്റൽ പാർട്സ് ഓഫ് ദ ട്യൂബ്യൂൾ. അപ്പൊ ഇങ്ങനെ ഉണ്ടായ ആൽഡോസ്റ്റിറോൺ എന്തിന് കാരണമായി? റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം അയോൺസ് ആൻഡ് വാട്ടർ. അതായത് നമ്മുടെ ഈ ഒരു റീനൽ ട്യൂബ്യൂളിന്റെ താഴെയുള്ള പോർഷനുള്ള ഡിസ്റ്റൽ കൺവോൾയൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഭാഗമില്ല, അവിടെ നിന്നും എന്തിനെയൊക്കെ വലിച്ചെടുക്കും? സോഡിയം അയോൺസിനെയും വാട്ടറിനെയൊക്കെ ബോഡിക്കകത്തേക്ക് വലിച്ചെടുക്കും. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും, GFRന്റെ അളവും കൂടും. GFR കുറഞ്ഞാൽ എങ്ങനെയൊക്കെ കൂട്ടാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അതിന് സഹായിച്ച ആളാണ് ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്. ദിസ് കോംപ്ലക്സ് മെക്കാനിസം ഇസ് ജനറലി നോൺ ആസ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് മെക്കാനിസം അല്ലേ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ നമ്മുടെ JG റെനിനെ ഉണ്ടാക്കി, അത് പിന്നീട് ആൻജിയോടെൻസിൻ ഉണ്ടായില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെക്കാനിസം എന്തായിട്ട് മാറി? റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കിഡ്നിയെ കൺട്രോൾ ചെയ്തത് ആരൊക്കെയായിരുന്നു? ഹോർമോണൽ കൺട്രോൾ ആണ് അല്ലെ. അതിന് സഹായിച്ചത് ഒന്ന് ഹൈപ്പോതലാമസ്, പിന്നീട് നമ്മൾ പഠിച്ചത് ആരാണ്? ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്. ഇനി ചെറിയ തോതിൽ ഹൃദയവും കൂടി കിഡ്നിയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാന്ന് നോക്കാം. An increase in blood flow to the atria of heart can cause the release of atrial natriuretic factor. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ഏട്രിയയിലേക്ക് ബ്ലഡിന്റെ ഫ്ലോ കൂടിക്കഴിഞ്ഞാൽ ഏട്രിയ എന്ത് സെക്രീറ്റ് ചെയ്യുമെന്നറിയോ? ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. ഹൃദയത്തിന്റെ ഏട്രിയ ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ ക്യാൻ കോസ് വാസോ ഡയലേഷൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വാസോ കൺസ്ട്രക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അല്ലെ. ഇത് വാസോ ഡയലേഷൻ ആണ്. ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യാണ്? ഇവിടെ വികസിക്കുകയാണ്, ഡയലേറ്റ് ചെയ്യാണ്.
അല്ലേ? അപ്പൊ ANF എന്തിനാ സഹായിക്കുന്നത്? വാസോ ഡയലേഷൻ ആണ്. ആൻഡ് ദെയർബൈ ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. അപ്പൊ ബ്ലഡ് വെസൽസ് വികസിച്ചാൽ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യാണ്? കുറയുകയാണ്. അപ്പൊ ANF മെക്കാനിസം ഇസ് ദെയർഫോർ ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഈ പറഞ്ഞ ANFന്റെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെ പറഞ്ഞേക്കുന്നേ, ANF മെക്കാനിസം ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അതായത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു ANF മെക്കാനിസം. അതായത് ഇറ്റ് ഇസ് ആന്റഗോണിസ്റ്റിക്കലി വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓപ്പോസിറ്റ് ആയിട്ടാണ് ANFന്റെ മെക്കാനിസം റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിന് എതിരെയാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി നമ്മൾ പറയുന്ന അടുത്ത ടോപ്പിക് ആണ് മിക്ചൂറിഷൻ. എന്താണ് മിക്ചൂറിഷൻ? Urine formed by the nephrons is ultimately carried to the urinary bladder, where it is stored till a voluntary signal is given by the central nervous system. നമുക്കറിയാം നെഫ്രോൺസ് ഫോം ചെയ്യുന്ന യൂറിൻ അത് എവിടേക്ക് എത്തുന്നു? യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുന്നു. അവിടെ പോയി എന്ത് ചെയ്യും? ടെമ്പറലി അത് അവിടെ സ്റ്റോർ ചെയ്യാണ്. അതായത് എന്തെങ്കിലും ഒരു വോളണ്ടറി സിഗ്നൽ എത്തുന്ന നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു സിഗ്നൽ എത്തുന്നിടം വരെ അത് ടെമ്പറലി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. This signal is initiated by the stretching of urinary bladder as it gets filled with urine. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് കിട്ടണം? ഒരു സ്റ്റിമുലസ്, ഇവിടെ ഒരു സിഗ്നൽ എത്തണം അല്ലെ? ഒരു പെർട്ടിക്കുലർ സിഗ്നൽ എത്തിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കാൻ പറ്റൂ? മിക്ചുറേഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. യൂറിനറി ബ്ലാഡറിൽ ഇപ്പോ യൂറിൻ വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം യൂറിനറി ബ്ലാഡറിന്റെ ആ ഒരു യൂറിനറി ബ്ലാഡറിന്റെ മസിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും? സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും അല്ലെ? This signal is initiated by the stretching of the urinary bladder as it gets filled with urine. യൂറിൻ വന്നിങ്ങനെ നിറയുമ്പോൾ യൂറിനറി ബ്ലാഡറിന്റെ മസിൽസ് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങും. അതിന് ഫലമായിട്ട് അവിടെ ഒരു സിഗ്നൽ ഫോം ചെയ്യും. In response, the stretch receptors on the walls of the bladder send signals to the CNS. അപ്പൊ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇവര്. അപ്പൊ ഈ മസിൽസ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? ആ സിഗ്നൽ അവർ എങ്ങോട്ടേക്ക് അയക്കും? CNSലേക്ക് അയക്കത്തുള്ളൂ. സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള സിഗ്നൽ എവിടോട്ട് പോയി? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പോയി. The central nervous system passes on motor messages to initiate contraction of the smooth muscle of the bladder and simultaneous relaxation of the urethral sphincter, causing the release of urine. അതായത് ഇപ്പൊ CNSലോട്ട് എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു എന്നുള്ള മെസ്സേജ് പോയല്ലോ. അപ്പൊ CNS എന്ത് ചെയ്യും? തിരിച്ചൊരു മെസ്സേജ് മോട്ടോ ന്യൂറോണിന്റെ കയ്യിൽ കൊടുത്ത് എങ്ങോട്ടേക്ക് പറഞ്ഞുവിടും? ആ ഒരു യൂറിനറി ബ്ലാഡറിലേക്ക് പറഞ്ഞുവിടും. എന്താ മെസ്സേജ് എന്ന് നോക്കാം. കോൺട്രാക്ട് ചെയ്യൂ. നിങ്ങളുടെ സ്മൂത്ത് മസിൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? കോൺട്രാക്ട് ചെയ്യണം. ബ്ലാഡറിന്റെ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ പറയും. അതിനോടൊപ്പം തന്നെ അവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട്, ഒരു അടപ്പ് പോലൊരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? സ്പിഞ്ചർ, യൂറിനറി സ്പിഞ്ചർ കാണാൻ പറ്റും. ആ യുറീത്രൽ സ്പിഞ്ചർ, യൂറിനറി അല്ല യുറീത്രൽ സ്പിഞ്ചർ ഉണ്ടാവും. ആ യുറീത്രൽ സ്പിഞ്ചർ എന്ത് ചെയ്യാൻ പറയും? റിലാക്സ് ചെയ്യാൻ പറയും. എങ്കിലേ യുറീത്രൽ സ്പിഞ്ചർ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ യൂറിനറി ബ്ലാഡറിന്റെ മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ പറയും, യുറീത്രൽ സ്പിഞ്ചർ റിലീസ് ചെയ്യാൻ പറയും, ദാറ്റ് ഈസ് റിലാക്സ് ചെയ്യാൻ പറയും. അപ്പൊ എന്തോ പറ്റും? യൂറിൻ റിലീസ് ആകും. Okay, the process of release of urine is called micturition. Release of urine ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? micturition എന്ന് പറയാം. And the neural mechanism causing it is called micturition reflex. അപ്പൊ ഈ ഒരു micturition നടക്കാൻ സഹായിച്ച ആ ഒരു ന്യൂറൽ കൺട്രോൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂറൽ മെക്കാനിസം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? micturition reflex എന്ന് പറയുന്നത്. An adult human excretes on average 1 to 1.5 liters of urine per day. ഒരു അഡൾട്ട് ഹ്യൂമൻ ഏകദേശം ഒരു ദിവസം 1 മുതൽ 1.5 ലിറ്റർ യൂറിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. The urine formed is a light yellow colored watery fluid. അപ്പോൾ ഫോം ചെയ്യുന്ന ആ യൂറിൻ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. സ്ലൈറ്റ്ലി അസിഡിക് നേച്ചറുള്ള ഒരു ഫ്ലൂയിഡ് ആണ് ഫോം ചെയ്യുന്നത്. ഏകദേശം pH ഓർത്ത് വെച്ചിരിക്കുക, 6 ആണ് pH യൂറിന്റെ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ അല്ലെ, അതിനൊരു സ്മെൽ ഉണ്ടാവും. ഹ്യൂമൻ യൂറിന് ഒരു സ്മെല്ലും ഉണ്ടാവും അല്ലെ. ഓൺ ആൻ ആവറേജ് 25 to 30 gram of urea is excreted out per day. ഒരു ദിവസം ഏകദേശം 25 തൊട്ട് 30 ഗ്രാം യൂറിയ ആണ് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നത്. വേരിയസ് കണ്ടീഷൻസ് ക്യാൻ അഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. അപ്പൊ യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ബാധിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, വേരിയസ് കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. അനാലിസിസ് ഓഫ് യൂറിൻ ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആസ് വെൽ ആസ് മാൽ ഫംഗ്ഷനിങ് ഓഫ് കിഡ്നി. നമുക്കറിയാവുന്ന കാര്യമാണ്, യൂറിൻ അനാലിസിസ് വഴി നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിയ. യൂറിയക്കകത്ത് ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടീഷനാണ്, ഒരു പ്രോബ്ലമാറ്റിക് കണ്ടീഷനാണ്. അതിന് എന്താ വിളിക്കുക? ഗ്ലൈക്കോസ് യൂറിയ എന്ന് വിളിക്കും. പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, ദാറ്റ് ഈസ് കോൾഡ് കീറ്റോൺ യൂറിയ. ദെൻ ആർ ഇൻഡിക്കേറ്റീവ്
ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന കണ്ടീഷന്റെ കുറച്ച് ഇൻഡിക്കേഷൻസ് ആണ്, സിംറ്റംസ് ആണ് ഈ പറയുന്ന യൂറിനകത്ത് ഗ്ലൂക്കോസിന്റെ പ്രസന്റ്, ദാറ്റ് ഇസ് ഗ്ലൈക്കോസ് യൂറിയ, അല്ലെങ്കിൽ യൂറിനകത്ത് കീറ്റോൺ ബോഡീസിന്റെ പ്രസന്റ്, ദാറ്റ് ഇസ് കീറ്റോൺ യൂറിയ എന്നൊക്കെ പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഡിസോർഡറിന്റെ ഒരു സിംറ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, യൂറിൻ അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള മെറ്റബോളിക് പ്രോസസ്സിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ കിഡ്നി ഡിസോർഡർ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കും. അതായത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് യൂറിൻ അനാലിസിസിനെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നോക്കിയേ, റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷന് സഹായിക്കുന്ന ബാക്കിയുള്ള ഓർഗൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് എക്സ്ക്രീഷന് സഹായിക്കുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താ, മെയിൻ ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദാറ്റ് ഇസ് കിഡ്നി. അപ്പൊ കിഡ്നി കൂടാതെ വേറെ ചില അവയവങ്ങളും എന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ എക്സ്ക്രീഷൻ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓർഗൻസ് ഒക്കെ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. Other than the kidneys, lungs, liver and skin also help in the elimination of excretory waste. അതായത് കിഡ്നി കൂടാതെ നമ്മുടെ ശരീരത്തിലുള്ള ലങ്സ്, ലിവർ, സ്കിൻ എന്നിവ എന്തിനു സഹായിക്കുന്നുണ്ട്, എക്സ്ക്രീറ്ററി വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. Our lungs remove large amount of carbon dioxide, approximately 200 ml per minute. അതായത് നമ്മുടെ ലങ്സ് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഏകദേശം ഒരു 200 ml, ഒരു മിനിറ്റിൽ 200 ml കാർബൺ ഡയോക്സൈഡ് ബോഡിയിൽ ഫോം ചെയ്യുന്നതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ആരാ സഹായിക്കുന്നത്, നമ്മുടെ ലങ്സ് ആണ്. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ എവരി ഡേ, അല്ലെ, വാട്ടർ വേപ്പർ എന്ന രീതിയിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ, ദാറ്റ് ഈസ് നമ്മുടെ ലങ്സിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വാട്ടറും അതോടൊപ്പം തന്നെ ഈ ഒരു കാർബൺ ഡയോക്സൈഡും എലിമിനേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്, ലങ്സ് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ലിവർ. ലിവർ ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി, അല്ലെ, നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ആരാണ്, ലിവർ ആണ്. ഇറ്റ് സെക്രീറ്റ്സ് ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ്. അപ്പം നമുക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ആരാണ്, ലിവർ ആണ്. ലിവറിൽ ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസുകളായ ബിലിറൂബിൻ, ബിലിവേർഡിൻ തുടങ്ങിയവയൊക്കെ ഉണ്ട്. പിന്നെ കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ഡീഗ്രേഡഡ് ആയിട്ടുള്ള സ്റ്റീറോയിഡ് ഹോർമോണുകൾ, വൈറ്റമിൻസ്, ഡ്രഗ്സ് തുടങ്ങിയവ ഉണ്ടാകും. മോസ്റ്റ് ഓഫ് ദീസ് സബ്സ്റ്റൻസസ് അൾട്ടിമേറ്റ്ലി പാസ് ഔട്ട് അലോങ് വിത്ത് ഡൈജസ്റ്റീവ് വേസ്റ്റ്. അപ്പൊ ഈ പറയുന്ന സബ്സ്റ്റൻസുകളെല്ലാം എന്താണ്, ഡൈജസ്റ്റീവ് വേസ്റ്റിനൂടെ പുറത്തു പോകുന്നുണ്ട്. ഇതിനകത്ത് ഡീഗ്രേഡ് ചെയ്ത സബ്സ്റ്റൻസുകൾ. ഇപ്പൊ ലിവറും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്തുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്, ലിവർ, അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന ടോക്സിക് മെറ്റീരിയൽസും മറ്റും ലിവറിൽ എത്തിയിട്ട് അവിടെ നിന്നുള്ള വേസ്റ്റ് അവരെന്ത് ചെയ്യുന്നു, ഡീഗ്രേഡ് ചെയ്ത വേസ്റ്റ് ഡൈജസ്റ്റീവ് വേസ്റ്റിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്നും പുറന്തള്ളപ്പെടുത്തുന്നു. Then sweat and sebaceous glands in the skin can eliminate certain substances through their secretion. നമ്മുടെ ബോഡിയിൽ സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും ഉണ്ട്, അല്ലെ, വിയർപ്പ് ഗ്രന്ഥിയുണ്ട്, അതോടൊപ്പം തന്നെ സെബം ഉൽപ്പാദിപ്പിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻഡും ഉണ്ട്. അപ്പൊ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിലാണ് ഇത് കാണുന്നത്, അത് നമ്മുടെ ബോഡിയിലുള്ള സബ്സ്റ്റൻസുകളെ, വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഇസ് എ വാട്ടറി ഫ്ലൂയിഡ്. നമ്മുടെ വിയർപ്പ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ആണ് എന്ന് പറയുന്നത് വിയർപ്പ്, അഥവാ സ്വെറ്റ് എന്ന് പറയാം. അപ്പൊ അതൊരു വാട്ടറി ഫ്ലൂയിഡ് ആണ്, അല്ലെ, വാട്ടറി ഫ്ലൂയിഡ് ആണ്. അതിനകത്ത് NaCl ഉണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് ഉണ്ടാവും, ഈ പറയുന്ന വിയർപ്പിനകത്ത് ഉണ്ടാകും. Though the primary function of sweat is to facilitate a cooling effect on the body surface. അപ്പോൾ നമ്മൾ വിയർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്ത് തരുവാണ്, ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് ആക്ച്വലി അത് തരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിക്കകത്ത് ഫോം ചെയ്യുന്ന വേസ്റ്റിനെ കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു യൂറിയ, ലാക്റ്റിക് ആസിഡ്, NaCl ഒക്കെ ഇവിടെ പ്രസന്റ് ആണ്, നമ്മുടെ സ്വെറ്റിൽ പ്രസന്റ് ആണ്, അല്ലെ. അപ്പൊ നമ്മുടെ സ്വെറ്റ് ആക്ച്വലി നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് ആണ് മെയിൻലി തരുന്നതെങ്കിൽ കൂടിയും നമ്മുടെ ബോഡിയിൽ ചെറിയ തോതിൽ അവർ എന്തുകൂടി ചെയ്യുന്നുണ്ട്, എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ കൂടി ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന അടുത്തൊരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അവരെന്താ ചെയ്യുന്നത് നോക്കി, സെബേഷ്യസ് ഗ്ലാൻഡ് എലിമിനേറ്റ് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റീറോൾസ്, ഹൈഡ്രോകാർബൺസ് ആൻഡ് വാക്സസ് ത്രൂ സെബം. സെബേഷ്യസ് ഗ്ലാൻഡിന്റെ സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സെബം. അതിലൂടെ നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്തിരിക്കുന്ന സ്റ്റീറോൾ, ഹൈഡ്രോകാർബൺ, വാക്സസ് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. The secretion provides a protective oily covering for the skin. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്ന സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന സെബം നമ്മുടെ ബോഡിക്ക് ഒരു ഓയിലി കവറിങ് തരുന്നുണ്ട്, ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരു ഓയിലി കവറിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഈ ഒരു സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബം സഹായിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോ ഇവിടെ അടുത്തേം കൂടെ അടുത്തൊരു ലൈനൂടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഡു യു നോ ദാറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് കുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ ടു. നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ സലൈവയിലൂടെ എന്താണ് ചെറിയ എമൗണ്ട് നൈട്രോജനസ് വേസ്റ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പൊ നിങ്ങൾ നോക്കുക, ഈ നമ്മുടെ ബോഡിയിൽ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചോളൂ, അത് ആര് തന്നെയാ, കിഡ്നി തന്നെയാണ്. അപ്പൊ കിഡ്നി കൂടാതെ നമ്മുടെ ബോഡിയിലെ ലങ്സ്, അതോടൊപ്പം തന്നെ ലിവർ, പിന്നെ പറഞ്ഞ സ്കിൻ, അവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ തോതിൽ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട അടുത്തൊരു പോയിന്റ് ഉണ്ട്, ഇവിടെ പറയുന്നുണ്ട് ഡു യു നോ ദാറ്റ് സം എമൗണ്ട്സ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് കുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ ടു. നമ്മുടെ ഉമിനീരിലൂടെ സം ക്വാണ്ടിറ്റീസ് ഓഫ് നൈട്രോജനസ് വേസ്റ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്, അല്ലേ? അതായത് ചെറിയ തോതിൽ നൈട്രോജനസ് വേസ്റ്റും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉമിനീരിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പുറന്തള്ളാനായിട്ട് പറ്റും. അപ്പൊ കിഡ്നി മാത്രമല്ല ഒരു എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ ലാസ്റ്റ് സെക്ഷൻ ആണ് ഏതെന്ന് പറയാ, ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസോർഡേഴ്സ്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാന്ന് നോക്കാം. Malfunctioning of kidneys can lead to accumulation of urea in blood. അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, മാൽ ഫങ്ഷനിങ് ആണ് കിഡ്നി എങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ ബ്ലഡിൽ എന്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങും, യൂറിയ അടിഞ്ഞുകൂടാൻ തുടങ്ങും, അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യുറീമിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താ യുറീമിയ എന്ന് നോക്കാം. യുറീമിയ എന്ന് പറയുന്നത് എന്താണ്, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്, അല്ലെ? ബ്ലഡില് യൂറിയ അടിഞ്ഞുകൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യുറീമിയ എന്ന് പറയുന്നത്. which is highly harmful and may lead to kidney failure. അത് വളരെയധികം ഹാംഫുൾ ആയിട്ടൊരു കണ്ടീഷൻ ആണ്. അത് മാത്രമല്ല അത് എന്തിന് കാരണമായി തീരും, കിഡ്നി ഫെയിലിയറിന് കാരണമായി തീരും. ഇൻ സച്ച് പേഷ്യൻസ് യൂറിയ ക്യാൻ ബി റിമൂവ്ഡ് ബൈ എ പ്രോസസ് കോൾഡ് ഹീമോഡയാലിസിസ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവും, അത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂറിയ ബ്ലഡിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, ഡെത്തിലേക്ക് തന്നെ നയിക്കും. പ്രോബ്ലമാറ്റിക് ആയിട്ടൊരു കണ്ടീഷൻ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ എന്ത് ചെയ്തേ പറ്റൂ, അവരുടെ ബ്ലഡിലുള്ള യൂറിയ റിമൂവ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്, ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയാ, ഹീമോഡയാലിസിസ് എന്ന് പറയാം. Blood drained from a convenient artery is pumped into a dialyzing unit after adding an anticoagulant like a heparin. അപ്പൊ ഈ ഒരു ഹീമോഡയാലിസിസ് പ്രൊസീജിയർ എങ്ങനെയാ ചെയ്യുന്നതെന്നാ പറയുന്നത്. എന്താ ചെയ്തേ, ബ്ലഡ് ഡ്രെയിൻഡ് ഫ്രം എ കൺവീനിയന്റ് ആർട്ടറി, അതായത് ആ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള ബ്ലഡിനെ അദ്ദേഹത്തിന്റെ ബോഡിയിലെ ഒരു ആർട്ടറിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആർട്ടറിയിൽ നിന്നും നമ്മൾ എടുക്കുന്നു. ഓക്കെ, ബ്ലഡ് ഡ്രെയിൻ ഫ്രം എ കൺവീനിയന്റ് ആർട്ടറി ഈസ് പംപ്ഡ്, നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യുക, ഒരു ഡയലൈസിങ് യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഡയലൈസർ ഉണ്ടാവും, ആ ഡയലൈസർ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഡയലൈസിങ് യൂണിറ്റിലേക്ക് ഈ ഒരു ബ്ലഡിനെ കൊടുക്കുന്നു. അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, അവിടെ ഒരു ആന്റി കൊയാഗുലന്റ് നമ്മൾ യൂസ് ചെയ്യും. കൊയാഗുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കുന്നത്, ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കട്ട പിടിക്കാത്തത്, അല്ലെ? ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള ഒരു കെമിക്കലാണ് ആന്റി കൊയാഗുലന്റ്, അതായത് ഹെപ്പാരിൻ. ഹെപ്പാരിൻ പോലെയുള്ള ഒരു ആന്റി കൊയാഗുലന്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു കൺവീനിയന്റ് ആർട്ടറിയിൽ നിന്നും ബ്ലഡിനെ എടുത്ത് എങ്ങോട്ടേക്ക് കൊടുക്കുന്ന, ഒരു ഡയലൈസിങ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്. ഈ ഡയലൈസിങ് യൂണിറ്റിൽ എന്തുണ്ടെന്നാ പറയുന്നത് നോക്കി, ദ യൂണിറ്റ് കണ്ടെയ്ൻസ് എ കോയിൽഡ് സെല്ലോഫെയിൻ ട്യൂബ്. ആ യൂണിറ്റിൽ എന്തുണ്ടെന്നാ പറഞ്ഞ, ഒരു സെല്ലോഫെയിൻ ട്യൂബ്, കോയിൽഡ് ആയിട്ടുള്ള സെല്ലോഫെയിൻ ട്യൂബ് ഉണ്ട്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ സെല്ലോഫെയിൻ ട്യൂബിനെ സറൗണ്ട് ചെയ്ത് ഫ്ലൂയിഡ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഡയലൈസിങ് ഫ്ലൂയിഡ് എന്ന് പറയാം. എന്താ വിളിക്കുക, ഡയലൈസിങ് ഫ്ലൂയിഡ്. ആൻഡ് ഹാവിംഗ് ദ സെയിം കമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്മ എക്സെപ്റ്റ് ദ നൈട്രോജനസ് വേസ്റ്റ്. അപ്പൊ ഈ പറയുന്ന ഡയലൈസിങ് ഫ്ലൂയിഡിന്റെ പ്രത്യേകത എന്താ, പ്ലാസ്മയുടെ അതേ കമ്പോസിഷൻ തന്നെയാണ് ഡയലൈസിങ് ഫ്ലൂയിഡിൽ ഉള്ളത്, പക്ഷേ അതിനകത്ത് എന്ത് കാണുകയില്ല, നൈട്രോജനസ് വേസ്റ്റ് കാണത്തില്ല. ബ്ലഡിനകത്തും എന്താ ഉള്ള നൈട്രോജനസ് വേസ്റ്റും പ്ലാസ്മയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ബ്ലഡില്. അതേസമയം എടുത്തിരിക്കുന്ന ഡയലൈസിങ് ഫ്ലൂയിഡ് ബ്ലഡ് എന്താണ്, പ്ലാസ്മയുടെ എല്ലാ കോൺസ്റ്റിറ്റ്യൂൻസും ഉണ്ട്, പക്ഷെ എന്തില്ല ഡയലൈസിങ് ഫ്ലൂയിഡിൽ, നൈട്രോജനസ് വേസ്റ്റ് ഇല്ല. ഇവിടെ എന്താ പറ്റുക നോക്കി, ദ പോറസ് സെല്ലോഫെയിൻ മെംബ്രെയിൻ ഓഫ് ദ ട്യൂബ് അലോസ് ദ പാസേജ് ഓഫ് മോളിക്യൂൾ ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ നമുക്കറിയാം സെല്ലോഫെയിൻ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പോറസ് ആണ്, മൈന്യൂട്ട് പോസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച് ഇവിടെ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് നമുക്കറിയാം ഈ ഒരു ഡയലൈസിങ് ഫ്ലൂയിഡിനകത്ത് പ്ലാസ്മയുടെ അതേ കോൺസ്റ്റിറ്റ്യൂൻസ് ആണ് ഉള്ളത്, പക്ഷെ എന്തില്ല, നൈട്രോജനസ് വേസ്റ്റ് ഇല്ല. എന്നാൽ നമ്മൾ എടുത്ത ബ്ലഡിനകത്ത് പ്ലാസ്മയും അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് പ്ലസ് നൈട്രോജനസ് വേസ്റ്റ് ഉണ്ട്. അപ്പൊ എടുത്ത ബ്ലഡിൽ നൈട്രോജനസ് വേസ്റ്റ് അളവ് കൂടുതലാണ്,
പുറത്തുള്ള ഡയലൈസിങ് ഫ്ലൂയിഡ് നൈട്രോജനസ് വേസ്റ്റ് ഇല്ല. അപ്പോൾ കൂടുതലുള്ളിടത്തു നിന്നും കുറവുള്ളിടത്തേക്ക് ഈ പറഞ്ഞ നൈട്രോജനസ് വേസ്റ്റ് ഇറങ്ങും. അതായത് ബ്ലഡിൽ നിന്നും ഡയലൈസിങ് ഫ്ലൂയിഡിലേക്കാണ് എന്ത് ഇറങ്ങുന്നത്? നൈട്രോജനസ് വേസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യില്ലേ? അതാണ് ഇവിടെ നടക്കുന്നത്. As nitrogenous waste are absent in the dialysing fluid, these substances freely move out, thereby clearing the blood. അല്ലെ, നൈട്രോജനസ് വേസ്റ്റ് ഡയലൈസിങ് ഫ്ലൂയിഡ് ഇല്ലാത്തത് കൊണ്ട് ബ്ലഡിൽ നിന്നും നൈട്രോജനസ് വേസ്റ്റ് എങ്ങോട്ടേക്ക് ഇറങ്ങുന്നു? ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് ഇറങ്ങുകയും ബ്ലഡ് എന്താവും? ക്ലിയർ ആവുകയും ചെയ്യുന്നു. The cleared blood is pumped back to the body through a vein. അപ്പൊ ക്ലിയർ ചെയ്ത ആ ബ്ലഡ് എങ്ങോട്ടേക്കാണ് തിരിച്ചു കയറ്റുന്നത്? ആ പേഷ്യന്റിന്റെ വെയിനിലേക്കാണ് തിരിച്ചു കയറ്റുന്നത്. ആഫ്റ്റർ ആഡിങ് ആന്റി ഹെപ്പാരിൻ. ഓക്കെ, ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്ലിയർഡ് ബ്ലഡിനെ ആ ഒരു പേഷ്യന്റിന്റെ വെയിനിലേക്ക് തിരിച്ചു കയറ്റുന്നത്. This method is a boon for 1,000 uremic patients all over the world. Actually, ഈ ഒരു ഹീമോഡയാലിസിസ് മെത്തേഡ് എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ഈ ഒരു യുറീമിക് പേഷ്യന്റ് വരദാനമാണെന്ന് തന്നെ, ഒരു ഗിഫ്റ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് കൊണ്ടാണ് അവർ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്, അല്ലേ? അവരുടെ കിഡ്നി അല്ലെങ്കിൽ നശിച്ചു പോയിരിക്കുകയാണ്, കിഡ്നി ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആയിരക്കണക്കിന് യുറീമിക് പേഷ്യന്റിനെ രക്ഷിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഹീമോഡയാലിസിസ് എന്ന് പറയാം. അപ്പൊ എന്താണ് യുറീമിയ? It is the accumulation of urea in blood due to the problem of or malfunctioning of kidney. അപ്പൊ അതിന് സഹായിക്കുന്ന ആ ഒരു മെത്തേഡാണ്, ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഏതെന്ന് പറയാ? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇസ് ദ അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദ കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയർ or കിഡ്നി ഫെയിലിയർ. അതായത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, കിഡ്നി ഫെയിലിയർ ആയി, ടോട്ടലി കിഡ്നി ഫെയിലിയർ ആയാൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് മെത്തേഡ് ആണ് ഏതെന്ന് പറയാം? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അല്ലെ? വൃക്ക മാറ്റിവെക്കൽ. എ ഫംഗ്ഷനിങ് കിഡ്നി ഈസ് യൂസ്ഡ് ഇൻ ദ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം എ ഡോണർ. അതായത് ഒരു ദാതാവിൽ നിന്നും, എന്ത് ചെയ്യും? ഒരു ഡോണറിൽ നിന്നും ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു കിഡ്നി ഒരു റെസിപ്പിയന്റ് സ്വീകരിക്കുകയാണ് ഇവിടെ ചെയ്യുക, അല്ലെ? പ്രിഫറബിളി എ ക്ലോസ് റിലേറ്റീവ് ആയിരിക്കും ഇവിടെ ഡോണർ ആയിട്ട് വരിക. ടു മിനിമൈസ് ഇറ്റ്സ് ചാൻസസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. അതായത് സ്വീകരിക്കുന്ന ആള് എന്താ ചെയ്യുക? ആ ഒരു ഡോണറിന്റെ നിന്നും കിഡ്നി സ്വീകരിക്കും. ആ കിഡ്നി എന്ന് പറയുന്നത് അത്രത്തോളം മാച്ചിങ് ആയിരിക്കണം. പൊതുവേ നമ്മൾ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും പൊതുവേ ഈ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ നടത്തുന്നത്, കിഡ്നി സ്വീകരിക്കുന്നത്. മോഡേൺ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് ഹാവ് ഇൻക്രീസ് ദ സക്സസ് റേറ്റ് ഓഫ് സച്ച് എ കോംപ്ലിക്കേറ്റഡ് ടെക്നിക്. അപ്പൊ ഈ പറയുന്ന കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് ടെക്നിക്കാണ്. ഇപ്പൊ ധാരാളം എന്താണ് മോഡേൺ ടെക്നിക്സ് ഒക്കെ ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കോംപ്ലിക്കേഷൻ കുറച്ച് കുറവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ഒരു ഡിസോർഡർ ആണ് റീനൽ കാൽക്കുലി. അതായത് നമ്മൾ പറയാറില്ലേ കിഡ്നി സ്റ്റോൺ എന്ന് പറയില്ലേ, ആ ഒരു കണ്ടീഷൻ ആണിത് റീനൽ കാൽക്കുലി. എന്താ നോക്കാം? സ്റ്റോൺ ഓർ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾസ് ദാറ്റ് ഈസ് ഓക്സലേറ്റ് എക്സെട്ര ഫോംഡ് വിതിൻ ദ കിഡ്നി. അതായത് നമ്മുടെ ബോഡിക്കകത്ത്, നമ്മുടെ കിഡ്നിക്കുള്ളിൽ തന്നെ എന്ത് ഫോം ചെയ്യാണ്? ഇൻസോലബിൾ ആയിട്ടുള്ള ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് ആയിട്ടുള്ള ഓക്സലേറ്റ് പോലെയുള്ള ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട്, ഇൻസോലബിൾ ആയിട്ടുള്ള ഓക്സലേറ്റുകൾ പോലെയുള്ള ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് നമ്മുടെ കിഡ്നിക്കുള്ളിൽ ഫോം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസ്ഥയാണ് കിഡ്നി സ്റ്റോൺ, അതല്ലെങ്കിൽ റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അപ്പൊ അതെന്താ നോക്കാം? ഇറ്റ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി. നമ്മുടെ കിഡ്നിയുടെ ഒരു ഭാഗമാണ് ഗ്ലോമറുലസ് എന്ന് പറയാ. ആ ഗ്ലോമറുലസിന് ഇൻഫ്ലമേഷൻ നടക്കുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയാ? ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയാം. നമ്മൾ കിഡ്നിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഡിസോർഡേഴ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവസാനമായി ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഡിസോർഡർ എന്ന് പറയുന്നത് യുറീമിയ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ കിഡ്നി, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചത് ഏതാണ്? റീനൽ കാൽക്കുലി. അതായത് ഓക്സലേറ്റ് പോലെയുള്ള ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റൽസ് കിഡ്നിയിൽ വന്നിട്ട് അടിഞ്ഞുകൂടുന്നതാണ്. പിന്നീട് നമ്മൾ പഠിച്ച ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ആണ്. അതായത് കിഡ്നിയുടെ ഗ്ലോമറുലസ് എന്ത് ചെയ്യാണ്? ഇൻഫ്ലമേഷൻ നടക്കുകയാണ്. അപ്പൊ അതിനെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തിനെ കുറിച്ചിട്ടാണ്? ഈ ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. അതായത് കിഡ്നിയുടെ സ്ട്രക്ചർ, നെഫ്രോൺ എന്താണ്, നെഫ്രോണിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു കൗണ്ടർ കറന്റ് മെക്കാനിസം, അതോടൊപ്പം തന്നെ കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഈ കിഡ്നി കൂടാതെ നമ്മുടെ ബോഡിയിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. അത് ലൈൻ ബൈ ലൈൻ ആയിട്ട് NCERT ടെക്സ്റ്റ് നമ്മൾ ഡീകോഡ് ചെയ്താൽ പഠിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നന്നായിട്ട് NCERT ടെക്സ്റ്റ് വായിച്ചു പഠിക്കുക. ഓക്കെ, then thank you. Have a nice day.